അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ പല വീഡിയോയുടെയും കമൻറ്റിൽ എല്ലാവരും ബാലൻ്റെ ഡിസ്കഷൻ ചോദിക്കുന്നു. ഞാൻ ആക്ച്വലി ഇവിടെ FDFS കണ്ടതാണ്. ഫുള്ളി ഇന്നാണ് കാണുന്നത്. ഇന്നെന്ന് പറയുമ്പോൾ ഞായറാഴ്ച. ഞങ്ങൾ ആക്ച്വലി വീഡിയോ എടുക്കാൻ വേണ്ടി കൊച്ചി വരെ പോയി പടം കണ്ടു. അതിനുശേഷം വേറൊരു പടം കൂടെ കണ്ടു, പിന്നെ വേറൊരു പടം കൂടെ കണ്ടു. ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് വീഡിയോ എടുക്കാൻ സമയമില്ല. ഞങ്ങളിപ്പോൾ പാതിരാത്രി 12 മണിയായി. അപ്പോൾ നമുക്ക് ഇനി ബാലൻ്റെ ഡിസ്കഷനിലേക്ക് കടക്കാം അല്ലേ. ബാലൻ നമ്മുടെ ചിദംബരത്തിൻ്റെ 3ാം സിനിമയാണ്. എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ജിത്തു മാധവനാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറഞ്ഞ സിനിമയുടെ പിന്നണിയിലുണ്ടായിരുന്ന ക്യാമറമാൻ ഷൈജു ഖാലിദ്, സുഷിൻ ശ്യാം, പിന്നെ അജയൻ ചാലിശ്ശേരി തുടങ്ങി ഇതിൻ്റെ പിന്നണിയിൽ നിൽക്കുന്നവരും മഞ്ഞുമ്മലിൻ്റെ അതേ ആ സക്സസ് ടീമിലുള്ളവർ തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രെയിലർ ഉണ്ടാകുമ്പോൾ എല്ലാവർക്കും ഒരു ഭയങ്കര എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. എക്സ്പെക്റ്റേഷനേക്കാൾ ഉപരി ഇതൊരു നല്ല സിനിമയാകുമെന്നുള്ളൊരു ഭയങ്കര പ്രതീക്ഷ ഉണ്ടായിരുന്നു. സോ അങ്ങനെ തന്നെയാണ് ആ പടം കാണാൻ പോയത്. എനിക്ക് പേഴ്സണലി പടം നന്നായി വർക്കായി. ഞാൻ നല്ല രീതിയിൽ പടത്തിനകത്ത് ഇന്നായി. സിനിമ കണ്ടു, നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. ഞാനിപ്പോൾ രണ്ട് വട്ടം കണ്ടു. പുള്ളിയുടെ കൂടെ വീണ്ടും ഒന്നുകൂടെ പോയി കണ്ടു. PXL കണ്ടു രണ്ടാമത്. അത് ആക്ച്വലി മറ്റേ ഈ പടം ഈ ഫ്ലാറ്റ് റേഷ്യോ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ PXL ഫുൾ സ്ക്രീൻ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അത് ഞാൻ രണ്ടാമതാണ് PXL കാണുന്നത്. ആദ്യം നമ്മുടെ ഇവിടുത്തെ തന്നെ ഒരു തിയേറ്ററിലാണ് കാണുന്നത്. അപ്പോൾ എനിക്ക് പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ അതിൽ ഭയങ്കര എൻഗേജിങ് ആയിട്ട് എനിക്ക് ഇൻ്റർവെൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടായി. സെക്കൻഡ് ഹാഫ് തുടങ്ങി ഈ അമ്മയുടെയും മകൻ്റെയും കഥയിൽ നിന്ന് കുറച്ചുകൂടെ പോയി മറ്റുള്ള ക്യാരക്ടേഴ്സൊക്കെ വന്ന് അവരുടെ കഥയിലൂടെയൊക്കെ പോയി ഇങ്ങനെ സഞ്ചരിച്ച് പിന്നീട് അവസാനത്തോടടുക്കുന്നതനുസരിച്ചിട്ട് വീണ്ടും എനിക്ക് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയി പടം. പക്ഷേ എനിക്ക് ഫസ്റ്റ് ഹാഫിൻ്റെ ആ ഒരു എന്താ പറയുക എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ അമ്മയുടെ മോനെ കഥ വീണ്ടും കാണാനുള്ള ക്യൂരിയോസിറ്റി. പക്ഷെ അത് സെക്കൻഡ് ഹാഫ് തുടങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് കുറച്ച് മാറി ഒന്ന് ഓരോ റീറൂട്ട് ചെയ്ത് സഞ്ചരിച്ചിട്ടാണ് പിന്നീട് വെള്ളിലേക്ക് എത്തുന്നത്. എനിക്കത് എന്നെ ബോറടിപ്പിക്കുകയൊന്നും ചെയ്തില്ല. കാരണം എൻ്റെ ഉള്ളിലൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. എന്താണ് സംഭവിക്കുന്നത്, ഇതെങ്ങനെ എൻഡാവും എന്നുള്ളൊരു ഞാൻ ഈ ചിദംബരത്തിന് ഇൻ്റർവ്യൂ കണ്ടപ്പോൾ ചിദംബരം പറയുന്നുണ്ട് എനിക്ക് തിയേറ്ററിൽ നിന്ന് ആരെയും കരയിപ്പിച്ച് വിടണ്ട എന്നുള്ളത് നമ്മുടെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ പടത്തിന് എൻഡിങ് ഹാപ്പി എൻഡിങ് ആവുന്നുണ്ട്. പക്ഷെ അത് എങ്ങനെയായിരിക്കും ആ ഹാപ്പി എൻഡിങ് എന്നുള്ളത് എങ്ങനെയായിരിക്കും എന്ന് നമുക്കറിയില്ല. സോ അതിനുവേണ്ടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തു. എനിക്ക് എൻഡിങ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനങ്ങനെ ഓവറോൾ പടം ആസ്വദിച്ചു. ആ ഇമോഷൻ, എസ്പെഷ്യലി ഇമോഷൻ, ആ അമ്മ മകൻ, അതിൽ ആ അമ്മ എന്നുള്ള എലമെന്റിനോടുള്ള ഒരു ആ ഇമോഷനാണ് എനിക്ക് ഭയങ്കരമായിട്ട് ആ പടത്തിൽ. അമ്മയുടെ അടുത്തുനിന്ന് നമ്മളെപ്പോഴും ചെറുപ്പത്തിൽ കൈവിട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ച് അമ്മയുടെ അടുത്തേക്ക് എത്തുന്നവരെയുള്ള ആ ഒരു ആ മകൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അതെനിക്ക് തമാശക്ക് ചിലർ പറയത്തില്ലേ, അമ്മയുടെ അടുത്ത് നമ്മൾ 150 ചോദ്യം ചോദിക്കും, അമ്മയുടെ അടുത്ത് നിന്നാണ് എല്ലാം അറിയുന്നത്. അച്ഛൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം അമ്മയുടെ കറക്റ്റ് സംഭവമാണ്. അപ്പം ഞാനും ഈ പറഞ്ഞ പോലെ അമ്മ കൊച്ചായിരുന്നു. അപ്പോൾ എപ്പോഴും അമ്മയുടെ സാരിത്തുമ്പിൽ പിടിച്ചിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ അമ്മയാണ് എല്ലായിടത്തും കൊണ്ടുപോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് പടം കണ്ടുകൊണ്ടിരുന്നപ്പം അമ്മയായിട്ട് നമ്മളിങ്ങനെ എവിടെയോ ഒരു ആൾക്കൂട്ടത്തിൽ വേർപെട്ട് പോയി പിന്നീട് ഈ അമ്മയെ കണ്ടുപിടിച്ചാൽ അമ്മയുടെ അടുത്തേക്ക് എത്താനുള്ളൊരു യാത്ര ഉണ്ടല്ലോ, അതായിരുന്നു എനിക്ക് ബേസിക്കലി പടം തരുന്നൊരു ഫീലും ആ ഒരു ഇമോഷണൽ കണക്ഷനിലും. പിന്നെ എനിക്ക് സിനിമയുടെ ടെക്നിക്കൽ സൈഡാണെങ്കിലും ശരി, ഇതിൻ്റെ ഐഡിയ, ഈ കഥ, എനിക്ക് എസ്പെഷ്യലി അമ്മയുടെ മകൻ്റെ ക്യാരക്ടറും അവരുടെ ആ സ്റ്റോറി ഭയങ്കര രസമായിരുന്നു. അവരിങ്ങനെ ബാക്ക് ടു ബാക്ക് പുതിയ ഐഡന്റിറ്റിയിൽ പുതിയ സ്ഥലങ്ങളിലേക്ക് മാറുന്നത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അപ്പോൾ അത് തന്നെ ഞാൻ എത്ര റിപ്പീറ്റ് ചെയ്താലും എനിക്ക് പ്രശ്നമില്ലാതെ ഞാൻ കണ്ടുകൊണ്ടിരിക്കാൻ റെഡിയാണെന്നുള്ള ലൈനിലായിരുന്നു പടം. അതാണ് എനിക്ക് സിനിമയിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഏരിയ. ഇനി താങ്കളുടെ അഭിപ്രായം. നമ്മൾ PXL കണ്ടെന്നല്ല, ഞാൻ എൻ്റെ ഫസ്റ്റ് ചിദംബരം പടം. ഞാൻ മഞ്ഞുമലും കണ്ടില്ല, ജാനമലും കണ്ടില്ല. ആലോചിച്ചു. അതിത് ചില പടങ്ങൾക്ക് ഭയങ്കര അഭിപ്രായം വന്നു കഴിഞ്ഞാൽ അതൊന്ന് ഇരുന്ന് കാണാം എന്നുള്ളത് ഒന്ന് മാറ്റി വെക്കുമല്ലോ, അത് പറ്റിയിട്ടില്ല. അപ്പം ഇത് തന്നെ ഇപ്പോൾ ഞായറാഴ്ചയായി. നമ്മളോട് കാണാൻ ദർശനയും റോഷൻ നമ്മുടെ കൂടെ അല്ല, അവർ വേറെ സീറ്റിലായിരുന്നു. ഇവരിങ്ങനെ പെടുന്ന കണ്ടപ്പോ പടം തുറക്കുന്ന ഉയറിന്റെ ടീസർ ബാക്ക്ഗ്രൗണ്ട് കൈയടി ഉണ്ടായിരുന്നു. അതെ, അപ്പൊ അതുകൊണ്ട് ഇനി അതിന്റെ ടീച്ചർ നമ്മുടെ റിയാക്ഷൻ ഒന്നും കാണത്തില്ല. നല്ല സംഭവമായിരുന്നു. അതൊക്കെ മാറ്റി വെച്ചാല് എനിക്ക് ബാലൻ ഇഷ്ടപ്പെട്ടു. നല്ല സിനിമയാണ്, നല്ല വർക്കാണ്. പക്ഷെ ഈ പറയുന്ന പോലെ ചെറിയ അവിടെ ഇവിടെയൊക്കെ ഞാൻ ട്രെയിലർ കണ്ട് എക്സ്പെക്ട് ചെയ്ത് അത്രയും, അതായത് ബാലൻ എന്ന സ്റ്റോറി ഇപ്പം കഥ നടക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് ഈ ഒരു കഥയ്ക്കും. പ്രസൻറ്റേഷൻ ആണെങ്കിലും ഇപ്പം എല്ലാ രീതിയിലും, ഇപ്പം ഡിറക്ഷൻ ആണെങ്കിലും അതിൻ്റെ
മ്യൂസിക് ആണെങ്കിലും സിനിമാറ്റോഗ്രാഫി ആണെങ്കിലും ഇത് വെക്കുന്ന ഒരു 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 ലെയറിൽ പോയിക്കൊണ്ടിരിക്കുക, ഭയങ്കര ഹൈ സ്റ്റാൻഡേർഡിൽ പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ പടം അവസാനിക്കുമ്പോൾ നമുക്ക് ഇത് പ്രോമിസ് ചെയ്തൊരു പൊട്ടൻഷ്യലിലേക്ക് ഈ സിനിമ എത്തിയോന്ന് ചോദിച്ചാൽ അത് എത്തിയില്ലെന്ന് തോന്നി. പടം എൻഡ് ചെയ്യുമ്പോൾ ഓക്കെ ഹാപ്പിയാണ് ഞാൻ, നല്ലൊരു ഗംഭീര ഒരു സിനിമ ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ പടത്തിന് പോകാൻ വേറൊരു പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നു. എനിക്കത് ഈ ഇൻ്റർവ്യൂവിൽ വെച്ചിട്ട് ചിലപ്പോൾ ഒരു ഡിസ്കഷൻ ഉണ്ടായേക്കാം ഇതിൻ്റെ റൈറ്ററും ഡയറക്ടറും തമ്മിൽ. എന്നിട്ട് നമുക്ക് ഇത്രയും വഴികൾ ഓപ്പൺ ആണ്, അതെ അതെ, ഈ റൂട്ട് നമുക്ക് ഈ റൂട്ടിൽ സഞ്ചരിക്കാം, നമുക്ക് ഇന്ന വഴിക്ക് പോകാം, അതൊരു നല്ല വഴിയാണ്. എനിക്ക് തോന്നുന്നു ഈ ചിദംബരം എടുത്തെടുത്ത് പറഞ്ഞില്ലേ ഞാൻ ഹാപ്പി എൻഡിങ്ങിൽ പ്രിഫർ ചെയ്തത്, അത് എനിക്ക് തോന്നുന്നു അവരുടെ ഈ 2 ഡാർക്ക് എൻഡിങ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അല്ലെങ്കിൽ നമ്മുടെ ഇന്റർവ്യൂവിന് വന്നിട്ട് ആദ്യം അത് പറയേണ്ട കാര്യമില്ലല്ലോ. അല്ല, അത് പുള്ളിയോട് ഇങ്ങനെ സിനിമയുടെ ആ ഇന്റർവ്യൂവിൽ ചോദിച്ച ചോദ്യം, ഇതിന്റെ ട്രെയിലർ കണ്ടപ്പം ഇതിന്റെ മൂഡ് കുറച്ച് ഡാർക്ക് സോണിൽ പോയി തീരുവെന്ന് ചോദിച്ചപ്പോഴാണ് പുള്ളി പറഞ്ഞത് ഇല്ല, സിനിമയിൽ എപ്പോഴും ഹാപ്പി എൻഡിങ് ആവണം. പുള്ളി ഉദ്ദേശിച്ചത് എനിക്ക് ആരെ കരയിപ്പിച്ചിറക്കി വിടാൻ താല്പര്യമില്ല. അപ്പോഴും എന്റെ മനസ്സിൽ നമുക്ക് സന്തോഷം തരുമായിരിക്കും, ബട്ട് സ്റ്റിൽ വിത്ത് ഒരു ചെറിയ നൊമ്പരത്തോടെ. അപ്പൊ അതെനിക്ക് ആ ഒരു ചിന്തയിലാണ് ഞാൻ ഇരുന്ന പടം കണ്ടോണ്ടിരുന്നത്. എനിക്ക് തോന്നി ഈ സിനിമ ഡാർക്കായിട്ട് എൻഡ് ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു ഇത് ഇങ്ങനെ പോയി അവസാനിക്കും. പക്ഷെ പുള്ളി അതിനെ നല്ല രീതിയിൽ അവസാനിപ്പിച്ചു. നല്ല രീതിയിൽ ഇൻ ദ സെൻസ് എനിക്ക് ഹാപ്പി ആയ രീതിയിൽ അവസാനിപ്പിച്ചുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. എനിക്ക് ഈ പറയുന്ന പോലെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഞാൻ ഇൻവോൾവ് ചെയ്ത് കണ്ടൊരു സിനിമയാണ്. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. എനിക്കൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സിനിമ കണ്ടിറങ്ങിയൊരു സംഭവമുണ്ട്. പിന്നെ ഇതിന്റെ പരിപാടികളൊക്കെ നമുക്ക് സ്പോയിലർ ഇപ്പൊ ഇറങ്ങിയ പടമാണ്. അതെ, ഇപ്പൊ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ്. ഇനി പടം കാണാനുള്ളവർ പടം കണ്ടിട്ട് വന്ന് ബാക്കി വീഡിയോ കാണുക. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ സ്പോയിൽ ചെയ്യപ്പെട്ടേക്കാം. സോ അതുകൊണ്ട് നമ്മൾ സ്പോയിൽ ചെയ്തതിന് ശേഷം വന്നിട്ട് നിങ്ങൾ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ്. ഇത് സിനിമയുടെ അണിയറ പ്രവർത്തനോട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സ്ട്രൈക്ക് തരരുത്. അതെ അതെ, സ്ട്രൈക്ക് തരരുത്. നിങ്ങളിപ്പം നമ്മൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇത് ഓപ്ഷനാണ്, ഓഡിയൻസിന്റെ ഓപ്ഷനാണ്, ഇത് കാണണോ വേണ്ടോ എന്നുള്ളത്. നമുക്ക് വേണമെങ്കിൽ ഇനി തൊട്ട് മറ്റേ ഒരു പോയിന്റ് ഇടാം. നമുക്ക് മറ്റേ ടൈം സ്റ്റാമ്പ് വെക്കാൻ പറ്റും, സ്പോയിലർ ഫ്രീ സ്പോയിലർ. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് സ്പോയിലേഴ്സ് ഉണ്ടാവും. സോ പടം തിയേറ്ററിൽ പോയി കണ്ടിട്ട് വന്ന് ബാക്കി കാണുക. നേരത്തെ നീ പറഞ്ഞില്ല മറ്റേ അമ്മയുടെയും മകന്റെയും ഈ ബാലൻ എന്ന് ടൈറ്റിൽ ഇടാൻ എനിക്ക് തോന്നുന്ന കാര്യം, ഇത് ആക്ച്വലി അമ്മയുടെ കഥയല്ല. അതായത് ഒരുപാട് പേര് അവരുടെ അഡൽട്ട്ഹുഡിൽ എടുക്കുന്ന ഡിസിഷൻസ് കാരണം ബാധിക്കപ്പെട്ടൊരു ബാലന്റെ. പക്ഷെ നമ്മൾ പടം നീ പറയുന്ന പോലെ ഈ ഫസ്റ്റ് ഹാഫ് കാണുമ്പോഴത്തേക്കും നമ്മളുടെ ഇൻട്രസ്റ്റ് ബാലനിൽ മാത്രം ഒതുങ്ങുന്നില്ല. അതുകൊണ്ടാണ് ഈ പറയുന്ന പോലെ ആ ഒരു അതാണെങ്കിൽ ആ ഒരു ലൈൻ ഓഫ് സ്റ്റോറി ടെല്ലിങ് കുറച്ച് മിസ്സായി പോകും. നമ്മൾ ആ ബാലനെ അല്ല കൂടുതലും, അല്ല ബാലന്റെ ഇമോഷൻസ് അല്ല കൂടുതൽ, അമ്മയുടെ കണ്ണുകളിലൂടെയുള്ള ബാലനെയാണ് നമ്മൾ ആദ്യം കാണുന്നത്. അപ്പൊ അത് അമ്മ എടുക്കുന്ന ഡിസിഷൻസ് കാരണം അവന്റെ ചൈൽഡ്ഹുഡ് കുറെ മോശമാവുന്നു. പിന്നെ അമ്മ ആ ഡിസിഷൻ എടുക്കുന്നത് തന്നെ അമ്മയുടെ സ്റ്റോറി പറയുന്നുണ്ട്, അതായത് അമ്മയുടെ അനുഭവങ്ങൾ വെച്ചിട്ട് അവൻ എന്ത് വന്നുകൂടാ. അത് പലപ്പോഴും പുള്ളിക്കാരത്തിന്റെ ഡിസിഷൻസ് പുള്ളിക്കാരത്തിന്റെ സേഫ്റ്റി വെച്ചിട്ടാണ്. അവൻ വേറൊരു ക്യാരക്ടർ ചോദിക്കുന്നുണ്ട്, മറ്റേ അമ്മച്ചിയുടെ ക്യാരക്ടർ ചോദിക്കുന്നു, നീ എന്തുകൊണ്ട് അവനെ കുറിച്ച് ചിന്തിക്കുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട്. അവനത് വിഷയമില്ല, കാരണം അവന്റെ അമ്മ അതുണ്ട്. പക്ഷെ അവനത് വിഷയമാവുന്നത് ഈ അമ്മ പോലെ ഒരു വേണമെങ്കിൽ ഒരു അച്ഛൻ ക്യാരക്ടർ അബ്ബ എന്ന് പറഞ്ഞിട്ട് വേറൊരു ക്യാരക്ടർ വന്നിട്ട് അവന് ഇച്ചിരി ഡിസ്റ്റന്റ് ആയിട്ടുള്ള ക്യാരക്ടർ വന്ന് സിമിലർ ഡിസിഷൻസ് എടുക്കുമ്പോൾ അമ്മയുടെ ലൈഫിൽ അമ്മ പറഞ്ഞ കഥ, അമ്മയൊരു കഥ പറയുന്നുണ്ട് ഇതിൽ. ഒരു രാക്ഷസൻ തട്ടിക്കൊണ്ടുപോയി അടിമയാക്കി വെച്ചിരുന്ന ഒരു രാജകുമാരിയെ പറ്റി. അപ്പൊ ആ കഥയിലെ രാക്ഷസനായ അബ്ബയും ആ രാജകുമാരിയുടെ സ്ഥാനത്തേക്ക് അവരുടെ തന്നെ മകനും റീപ്ലേസ് ചെയ്യപ്പെടുന്ന പോലത്തെ ഒരു സ്റ്റോറി ലൈൻ വരും. നമ്മൾക്ക് ഈ ഒരുപാട് പേരുടെ ഇതിനകത്ത് കണ്ട് ഈ സെക്കൻഡ് ഹാഫ് വലിച്ചിലാണ്. അതായത് ആക്ച്വലി ഈ നമ്മൾ ഈ ബാലനെ ഫോളോ ചെയ്തിരുന്നെങ്കിൽ അവന്റെ സ്റ്റോറിയിലെ ഒരു ഏട് പോലെ അത് ആ ലെങ്ത് വേണം. അതായത് ശരിക്കും ആ ക്യാരക്ടറിന്റെ അല്ലെ ഒരു ക്യാരക്ടർ ഡ്രിവൺ പുള്ളിയുടെ ഒരു ലൈഫിന്റെ ഒരു സെക്ഷൻ ആണ്. അതെ അതെ. അപ്പൊ അത് പിന്നെ വേറെ കുറെ എലമെന്റ്സിലേക്ക് നമ്മുടെ തോട്ട് പോകാതിരിക്കാൻ വേണ്ടി ഒരു ഡെവേർഷൻ പോലെ ആ ലെങ്ത്തും. കാരണം കുറച്ച് സമയം എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഇനിഷ്യലി ഉണ്ടായിരുന്ന ചില തോട്ടുകളും നമ്മൾ ചിന്തിക്കുന്ന റൂട്ടുണ്ടല്ലോ, ആ റൂട്ടിൽ നിന്ന് നമ്മളെ ഒരല്പം കൂടെ വഴിതെറ്റിക്കാൻ വേണ്ടി ഇഷ്ടംപോലെ ഡിവേർഷൻസ് ഉണ്ട്. അതായത് ഈ അമ്മ എങ്ങോട്ട് പോയി എന്നുള്ളതിന്, അത് അമ്മയ്ക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതിനൊരു ഫൈനൽ ഒരു ഇതാണ് അമ്മയ്ക്ക് സംഭവിച്ചതെന്ന് കാണിക്കുന്നുണ്ട്. പക്ഷെ പടം ഇങ്ങനെ ഡിവേർട്ട് ചെയ്തെങ്കിലും ഒരു പോയിന്റ് കഴിഞ്ഞപ്പം നമുക്ക് മനസ്സിലായി. അത് അമ്മ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ഇന്റർവ്യൂവിൽ തന്നെ പറയുന്നുണ്ട്, അമ്മ വരും, എവിടെയും പോകരുത്, എത്ര താമസിച്ചാലും അമ്മ വരും എന്നുള്ളതാണ്. അപ്പം ഇന്റർവ്യൂവിൽ അങ്ങനെ കൊണ്ട് നിർത്തിയത് കൊണ്ട് തന്നെ പടം അവസാനിക്കുമ്പോൾ
പടം അവസാനിക്കുമ്പോൾ ഇവൻ അമ്മയെ കണ്ടുപിടിക്കുന്നതിലുപരി അമ്മ ഇവനെ കണ്ടുപിടിക്കുന്ന ഒരു പോയിന്റിലായിരിക്കും പടം അവസാനിക്കുന്ന ഒരു പ്രതീക്ഷയുണ്ട്. പിന്നെ എങ്ങാനും പടം ആ പ്രതീക്ഷ തെറ്റിച്ചാലോ. അത് തന്നെ, ഇപ്പൊ നമുക്കും അത് അറിയാം, പക്ഷെ അത് എങ്ങനെയായിരിക്കും ആ കണ്ടുപിടിക്കാൻ ഇവര് പോയിന്റ് ചെയ്ത മൊത്തം അമ്മ വേറൊരാളുടെ പിടിയിലാന്നാണ്. അതല്ല എന്നുള്ളത് ഒരിതുണ്ടായിരുന്നു. അതന്നെ, അവിടെയും ഈ എഗെയിൻ ഈ രാക്ഷസൻ ഈ എലമെന്റ് ആ കഥ കഥയിലേക്ക് തന്നെയാണ് വീണ്ടും പോകുന്നത്. അതൊരു പുതിയൊരു രാക്ഷസന്റെ ക്യാരക്ടർ ഉണ്ടാകും. ഇപ്പം ഒരുപാട് മെയിൽ ഫിഗേഴ്സ് ഈ രാക്ഷസനുമായിട്ട് ലിങ്ക് ചെയ്തിട്ടാണ്. പുള്ളിക്കാരത്തിയെ ഏറ്റവും അടുത്ത് മനസ്സിലാക്കുന്ന ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നമ്മള് ഇനിഷ്യൽ പെറിഫറിയിൽ ഒരു രാക്ഷസി എന്ന ലൈനിൽ പ്രസന്റ് ചെയ്യപ്പെട്ട, അതായത് ഇതേപോലെ മെയിൽ ഫിഗേഴ്സ് പ്രസന്റ് ചെയ്യപ്പെട്ട ഒരു ഫീമെയിൽ ഫിഗർ ആണ് അമ്മമ്മ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് പുള്ളിക്കാരത്തി ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കുന്നതും പുള്ളിക്കാരത്തിക്ക് ഏറ്റവും വലിയ പ്രൊട്ടക്ടർ എന്ന ലൈനിലാവുന്നത്. അവരെ ആദ്യം ഭയക്കുകയും പിന്നീട് അവരൊരു പ്രൊട്ടക്ടറായി മാറുകയും ചെയ്യണം. അവര് വെക്കുന്നു എന്ന് പറഞ്ഞ വെടിയൊക്കെ വെറും ശബ്ദം മാത്രമേ ഉള്ളൂ. അവരും ആക്ച്വലി അവരുടെ പ്രൊട്ടക്ഷന്റെ ഭാഗമായിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. അതായത് ചുറ്റുമുള്ള നാട്ടുകാരിൽ നിന്നോ മറ്റേ വീട്ടിൽ മാങ്ങ പറിക്കാൻ വരുന്ന കുട്ടികളിൽ നിന്നും എല്ലാവരിൽ നിന്നും ഇവരുടെ ഒരു സ്വയരക്ഷ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അവരുടെ പറമ്പിൽ ആരും കയറണ്ട, എന്റെ ലൈഫിലേക്ക് ആരും വരണ്ട, ഇതേ സാധനമാണ് ആ പെൺകുട്ടിയും പറയുന്നത്. നമുക്ക് ആരോടും അറ്റാച്ച്മെന്റ് വേണ്ട, നമ്മുടെ ലൈഫിൽ വേറെ ആരും വേണ്ട. അങ്ങനത്തെ രണ്ട് ക്യാരക്ടേഴ്സ് ആണ് മീറ്റ് ചെയ്യുന്നത്. അത് സംഭവം ഇതിനകത്ത് അഡൾട്ട് മെയിൽ ഫിഗേഴ്സ് ഒക്കെ കുറച്ച് വിഷയമാണ്. അപ്പം ആ മെസ്സേജിങ് ഒന്നും എത്താത്തൊരു ബാലൻ പക്ഷെ അവന്റെ ഇന്നസെൻസ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പക്ഷെ അവൻ വളർന്നു വരുമ്പോഴും അവന് അമ്മയോടാണ് അറ്റാച്ച്മെന്റ്. അങ്ങനെ എനിക്കൊന്ന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഇപ്പൊ ക്ലാരിറ്റി ഇല്ല. എനിക്ക് ഒന്നുകൂടെ പടം കാണണമെന്നുണ്ട്, ബട്ട് ഇപ്പൊ എന്റെ ഇതില് അത്ര ക്ലാരിറ്റി ഇല്ല. ഇപ്പം അഡൽട്ട് ഫിഗേഴ്സ് ഒക്കെ ഇങ്ങനെ ആ മെസ്സേജിങ് അല്ല മകനിലേക്ക് പോകേണ്ടതെന്നുള്ള ഒരു പരിപാടി ഉണ്ടായിരിക്കും. അത് ആണുങ്ങൾ ചിന്തിക്കേണ്ട രീതി വ്യത്യാസം വരണം, ആ ലൈനായിരിക്കും. പക്ഷെ എനിക്ക് പടം കണ്ട് ഈ രണ്ടാമത് കണ്ടപ്പോ ഞാനും ആലോചിച്ചത് ഈ അമ്മ മകനെ മറ്റേ ആ അമ്മച്ചിയുടെ കേസും ബേസിക്കലി അമ്മയോട് ഒരു ഇതുമില്ല, അമ്മ ആരോടും മിണ്ടത്തില്ല, അമ്മയെ മനസ്സിലാക്കിയതേ തെറ്റാ. അപ്പൊ വിളിച്ചിട്ട് ആട്ടെ വേറെ എന്തെങ്കിലുമൊക്കെ ആട്ടെ, ആ ഒരു ലൈൻ ഓഫ് ആ അമ്മമ്മയുടെ മക്കളും അവരെ അങ്ങനെയാണ്. അങ്ങനെ അത്രേ ഉള്ളൂ. അത്രയും അറ്റാച്ച്മെന്റ് പോലും അല്ല, അതൊരു ബാധ്യത പോലെ, ഒരു ഡ്യൂട്ടി പോലെ. എനിക്ക് ഈ പടം കണ്ട് തീർന്നപ്പോ എനിക്ക് മനസ്സിൽ ഇപ്പൊ തോന്നിയത് ആക്ച്വലി ഇപ്പൊ ഈ അമ്മയും മകനും ഉണ്ടല്ലോ, ഈ അമ്മയും മകന്റെയും ഇതിൽ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഈ അമ്മയ്ക്ക് ആക്ച്വലി ഈ മകൻ എപ്പോഴും അമ്മയുടെ ഒപ്പം വേണം എന്നുള്ളൊരു ഇതുണ്ട്. സോ നമ്മൾ ഈ പറയുന്ന അമ്മ പറയുന്ന കഥയിൽ ഇപ്പൊ വീണ്ടും ഇത് രാക്ഷസനും രാജകുമാരിയും അല്ലെങ്കിലും ഈ അമ്മയും മകനും തമ്മിലുള്ളൊരു പക്ഷെ അതിനെ നമ്മൾ ഒരിക്കലും അമ്മ മകനെ തടവിൽ വെക്കുന്നു എന്നുള്ള ലൈനിലായിരിക്കത്തില്ല അതിനെ കാണുന്നത്. അമ്മയുടെ ആ പ്രൊട്ടക്റ്റീവ് കരങ്ങൾ എപ്പോഴും ഉണ്ടാവണം. ഇതൊക്കെ ഉണ്ടോന്ന് അറിയത്തില്ല. നമ്മൾ ഈ ഡിസ്കഷൻ എന്ന് വെച്ചാൽ നമ്മൾക്ക് തോന്നിയത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമോ, അത് പടത്തിലാണ് ഉദ്ദേശിക്കുന്നത്, ആ ലൈൻ ചിന്തിക്കേണ്ടത്. നമ്മളിങ്ങനെ ഇങ്ങനെ തോന്നുന്നു സിനിമ കണ്ടോണ്ടിരുന്നപ്പോ നമുക്ക് തോന്നുന്ന ഒരു എക്സ്ട്രാ ലെയർ, ഈ ഡിസ്കഷൻ നമുക്ക് രസമായിട്ട് തോന്നുന്നു, അതാർക്കെങ്കിലും കാണുമ്പോൾ രസമായിട്ട് തോന്നുന്നു. ഇത്രയൊന്നും ബുദ്ധിമുട്ടുള്ള കാര്യമില്ല, അതിനകത്ത് അങ്ങനെയൊന്നും പറയുന്നില്ലല്ലോ, അങ്ങനെ എടുക്കാം, അത് അത്രേ ഉള്ളൂ. നമുക്ക് തോന്നുന്ന പോലെ ഇപ്പൊ എല്ലാ സിനിമ കാണുമ്പോൾ നമുക്ക് ഇതുപോലെ സംസാരിക്കാൻ അതേ കാര്യങ്ങളൊന്നും കാണത്തില്ല. ഇതിപ്പോ എല്ലാ റിലേഷൻഷിപ്പിലും ഇപ്പൊ നമ്മൾ പറയാറുണ്ട്, ഈ പുറത്ത് നോക്കിയിട്ട് ഒരാൾക്ക് ടോക്സിക് ആണെന്ന് തോന്നുന്ന റിലേഷൻഷിപ്സ് ഇല്ല. അപ്പം ഈ റിലേഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും അതിനകത്ത് ഇൻവോൾവ് ചെയ്തവര് മാത്രം എക്സ്പീരിയൻസ് ചെയ്യുന്ന സംഭവമാണ് റിലേഷൻ. ഇപ്പം ഞാനും ഇവനും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ്, അല്ലെങ്കിൽ ഒരു അമ്മയും മകനുമുള്ള ഫ്രണ്ട്ഷിപ്പ്, അത് എങ്ങനെയാന്ന് പുറത്തുനിന്ന് ഒരാൾക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അത് ടോക്സിക് ആണോ, അതാണോ, ഇതാണോ, അതിലുള്ളിലുള്ള ഒരാൾക്ക് തോന്നണം. ഇപ്പൊ അവൻ തടവിലാണോ, അല്ലാതെ എന്റെ അമ്മ എന്നെ പ്രൊട്ടക്ട്, ഇതെന്താണെന്ന് അവര് തമ്മിലുള്ളൊരു. അതെ, അപ്പൊ ഈ സിനിമയിൽ നമുക്ക് ആ ആംഗിള് പുറത്തുനിന്ന് കാണുമ്പോൾ നമ്മളങ്ങനെ ചിന്തിച്ചാൽ ആ കഥയ്ക്കുള്ളിൽ ആ മകന് ആ അമ്മയുടെ ഒപ്പം നിൽക്കണം, ആ അമ്മയ്ക്ക് മകനോടൊപ്പം നിൽക്കണം, ഇതാണ് അവരുടെ ആവശ്യം. അതുകൊണ്ട് നമുക്കിങ്ങനെ കണ്ടിട്ട് അതും ഒരു തരത്തിൽ ഒരു നെയിംലെസ്, അവർക്കൊരു ഐഡന്റിറ്റി ഇല്ല. ഈ അത് ഇനിഷ്യലി ആണ് ഈ ഡയറക്ഷൻ ഏറ്റവും സ്ട്രോങ് പോയിന്റ് കാണുന്നത്. പടം തുടങ്ങുന്ന എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന പോയിന്റ്സ് ഇല്ല, അവിടെയാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളത്. ഇതിന്റെ ഫസ്റ്റ് ഹാഫ് ആണ്. സെക്കൻഡ് ഹാഫിൽ വന്നപ്പോൾ അത് ഇച്ചിരി പിന്നോട്ട് പോയതിൽ തോന്നി. ഫസ്റ്റ് ഹാഫിൽ പ്രത്യേകിച്ച് ജയിലിലെ സീക്വൻസുകളും മറ്റേ പുള്ളിക്കാരത്തിന്റെ പേരെന്തോ ബീനാന്റെ ക്യാരക്ടറുടെ ഇൻട്രൊഡക്ഷൻ ഇല്ലേ, അപ്പൊ ആ ക്യാരക്ടർ പ്രശ്നമാണെന്ന് പ്രസന്റ് ചെയ്ത ഒരു വിസിലും ബോഡി ലാംഗ്വേജിലൊക്കെ അതിന്റെ ഡയറക്ഷൻ വരുന്നത്, ആക്ടിങ് ഡയറക്ഷൻ, മറ്റേ നിന്നിട്ട് തിരിയുന്നത്, അടുത്തോട്ട് വരുന്നത്. അതായത് നമ്മൾ കാണുന്നത് ഈ ഫർസാന പാലത്തെങ്കിൽ അവരാണ് അമ്മയായിട്ട് അഭിനയിച്ചിരിക്കുന്നത്, ആദ്യ സ്റ്റേഷൻ പയ്യൻ. അപ്പൊ ഇവര് രണ്ടുപേരെയും ഫസ്റ്റ് ജയിലിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരു വിസിലടി ശബ്ദം കേട്ട് ഈ ഫർസാനയുടെ ക്യാരക്ടർ ഇങ്ങനെ പയ്യൻ നിന്ന് ഒരു ചെറിയ ഒരു വൈക്ലഭ്യത്തോടെ തിരിയാണ്.
അല്ല ഫസ്റ്റ് പുള്ളിക്കാരത്തി കാണിച്ചപ്പോൾ തന്നെ പുള്ളിക്കാരത്തിന്റെ പരിപാടി എന്താന്ന് എനിക്ക് മനസ്സിലായി. എന്തുകൊണ്ട് പേടിക്കുന്നു ഒന്നും പറഞ്ഞില്ല, മനസ്സിലായി. അത് എനിക്ക് തോന്നുന്നു വലിയൊരു ശതമാനം ഓഡിയൻസിന് കിട്ടും. നിന്നെ പുറത്തിറക്കാൻ അതിന് അവര് സംസാരിക്കേണ്ട ഒരുപാട്. അതാ പറഞ്ഞ അപ്പൊ ആ വിഷ്വൽ സ്റ്റോറി ടെല്ലിങ്ങിന് ഇൻഫാക്ട് പടം തുടങ്ങുമ്പോൾ തന്നെ ഭിത്തിയിൽ ഒരു വരപ്പിലാണ് തുടങ്ങുന്നത്. അത് വളരെ ഒരിടത്തൊരു രാജാവ് ഉണ്ടാവുന്നു ഉണ്ട് എന്ന് പറയുന്ന പോലത്തെ ഒരു സ്റ്റോറി ലൈനിൽ തുടങ്ങിയിട്ട് ആ സ്റ്റോറി ലൈൻ എൻഡ് ചെയ്യുന്ന കുറച്ച് പ്രോബ്ലമാറ്റിക് അല്ല, കുറച്ച് ഒരു ഇച്ചിരി ഓഫ് ആയിട്ടാണ് കൊണ്ട് നിർത്തുന്നത്. ഒരു ആന അച്ഛനെ ചവിട്ടിക്കൊല്ലുന്നു, പിന്നെ അച്ഛനെ ഒരു സ്കൂട്ടർ ഉണ്ടായിരുന്നു, സ്കൂട്ടർ അങ്ങനെ കൊണ്ട് നിർത്തിയിട്ട് പിന്നെ ഒരു വൈഡ് ഷോട്ടിൽ ഇവർ ജയിലിനകത്തെന്നുള്ള സീക്വൻസ്. അപ്പോൾ ഈ ജയിലിനകത്ത് ഭയങ്കര കളർലെസ് ആയിട്ടുള്ളൊരു ലൈഫും ഈ ഇതിനകത്ത് നിറച്ച് കളേഴ്സ് ഉണ്ട്. അപ്പം അവന് പറഞ്ഞു കൊടുക്കുന്ന ലോകം മുഴുവൻ അമ്മയുടെ വായെന്നുള്ളതേ ഉള്ളൂ. അമ്മ പറഞ്ഞു കൊടുത്ത അച്ഛനെയോ അവൻ ജയിലിൽ വെച്ചാല് കുട്ടി ജനിക്കുന്നതാണ് പറയുന്നത്. അപ്പം ഇവൻ പുറത്തിറങ്ങുമ്പോഴാണ് ഇവൻ ഇത് കാണാൻ അമ്മയുടെ കഥ അനുസരിച്ച് ജയിലിൽ വെച്ചാണ് കുട്ടി ജനിക്കുന്നത്. അപ്പൊ ഇവൻ പുറത്തിറങ്ങുമ്പോഴത്തേക്കും ഇവനൊന്നും കണ്ടിട്ടില്ല. അപ്പൊ അമ്മ പറയുമ്പോഴാണ് ഈ സ്കൂട്ടറോ കാറോ ആനയൊക്കെ പിങ്ക് നിറത്തിലൊക്കെ വരച്ചേക്കുന്നത്. അപ്പം എല്ലാം അതിനകത്തെ എല്ലാ സംഭവങ്ങളും അമ്മ പറഞ്ഞുള്ള നിറവും വലുപ്പവും എല്ലാം അമ്മ പറഞ്ഞുള്ള അറിവേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഇവന്റെ കഥ എന്താന്ന് പോലും അമ്മയെടുത്ത് ചോദിക്കുന്നത്. നിന്റെ പേരെന്താണ്, ഇനി നമ്മുടെ കഥ എന്താണ്, എത്ര കഥകൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇതാണല്ലോ ഇങ്ങനെയാണ് നമ്മൾ ഈ ലോകത്ത് ജീവിക്കേണ്ടത് എന്നുള്ള എല്ലാം അവൻ അമ്മയുടെ നിന്ന് പഠിക്കുന്നത്. എന്നിട്ട് അതെല്ലാം മാറി മറിയുന്നത് പിന്നെ അബ്ബയുടെ കൂടെ പോകുമ്പോഴാണ്. ബാലന്റെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞത് ഈ പറയുന്നത് ഈ വിഷ്വൽ സ്റ്റോറി ഈ പടം തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഇത് എന്തോ നല്ല സംഭവത്തിലേക്കാണ് നമ്മൾ എൻട്രി ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സീനായിരുന്നു. മറ്റേ വട്ടുള്ള പുള്ളിക്കാരി കാണുന്നുണ്ടല്ലോ ബസ് സ്റ്റോപ്പിൽ വെച്ചിട്ട്, അവിടുന്ന് അവരുടെ ആ നെയിം കാർഡ് എടുത്തിട്ട് അതിലിങ്ങനെ നോക്കുമ്പോ ഇവർക്ക് ഒരു ഐഡിയ കിട്ടും. പെട്ടെന്ന് ബസ് വന്നിരിക്കുന്നു, ബസ്സിന് ലൈറ്റ് അടിക്കുന്നു. മ്യൂസിക്കിലും അതിനെ കാണുമ്പോൾ തന്നെ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്തോ ഒരു പുതിയൊരു ടേണിംഗ് പോയിന്റ് ഉണ്ടാവുന്നു എന്നുള്ള സംഭവം വിഷ്വലില് ആ ഒരു ലൈറ്റിൽ തന്നെ നമുക്ക് ഇത് കിട്ടുന്നു. അപ്പൊ അവളിങ്ങനെ എന്തോ ഒരു സംഭവം എനിക്ക് കിട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ബസ്സിന്റെ ലൈറ്റ് ഒന്ന് അടിക്കുന്നു. ഇതിങ്ങനെ ടൈം ചെയ്യുന്ന അറിയാതെ ബസ് സ്റ്റാൻഡിലാകുമ്പോൾ ലൈറ്റ് ഒക്കെ അടിക്കുമല്ലോ എന്നുള്ളതല്ലാതെ ഒരു സ്റ്റോറി ടെല്ലിംഗ് ടൂൾ തന്നെയാണ്. അത് എനിക്ക് തോന്നുന്നു വളരെ പ്ലാൻഡ് ആയിട്ട്. അവിടെ മ്യൂസിക്കും ആ സമയത്ത് ഇത് അങ്ങനെ കുറച്ചധികം മൊമെന്റ്സ് ഫസ്റ്റ് ഹാഫിൽ കൂടുതലുണ്ടായിരുന്നു. ജയിലിൽ നിന്ന്. അപ്പൊ ജയിലിൽ നിന്ന് ഇവർ ഇറങ്ങുന്ന പോയിന്റിന്റെ ആ ഷോട്ട് ഫ്രെയിം ചെയ്തേക്കെന്ന് പറഞ്ഞാൽ ഒരു ജനലിനകത്ത് ഇവർ നിൽക്കുകയാണ്. അപ്പം അതിൽ ഒരു പാളിങ്ങനെ തുറന്നിട്ടേക്കും. എനിക്ക് തോന്നുന്നു ഇവർ ഇറങ്ങാൻ പോവാണ്, പക്ഷെ പിന്നെ ഇവർ പുറത്തിറങ്ങി കഴിഞ്ഞിട്ടും ഇവരുടെ അതായത് ആ ജയിലിന്റെ വാളിന് ആ ഒരു ഭയങ്കര ലെങ്തി ഒരു ഷോട്ട് നടന്നു പോകുന്ന ആ സീക്വൻസ് ഇവർക്ക് എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. എങ്ങോട്ട് തിരിഞ്ഞാലും സിമിലർ ആ ജയിലിന്റെ ഇപ്പോഴും അവരെ ഇങ്ങനെ പിന്തുടരുന്ന പോലെ ആ വാള് തീരുന്നില്ല. ടൈറ്റിൽ സീക്വൻസ് പാട്ട് തുടങ്ങുമ്പോൾ കുറച്ചധികം സമയം നടന്നാണ് ഇവര് ഈ ജയിലിന്റെ ഏറ്റവും ഫ്രണ്ടിൽ എത്തുന്നത്, എൻട്രി പോയിന്റിലെത്തുന്നത്. ഇങ്ങനത്തെ സിമിലർ ഡയറക്ഷൻ കണ്ടുള്ളത് കുറച്ച് ചില വിദേശ പടങ്ങളുണ്ട്. ചിലപ്പോൾ അഫ്ഗാനിസ്ഥാനല്ല, വേറെ വിദേശ പടങ്ങളിലാണ് നമ്മൾ നോർമൽ കട്ടിന്റെ ഇടയ്ക്ക് പെട്ടെന്ന് ഒരു ലോങ് ഫോളോയിങ് ഷോട്ടും ഒക്കെ വരുന്നതും. അപ്പോൾ ഇനിഷ്യലി അങ്ങനെ ഭയങ്കര വ്യത്യസ്തമായൊരു പ്രസൻറ്റേഷൻ ഭയങ്കര രസമായിരുന്നു. പിന്നെ ഇവരുടെ സ്റ്റോറി ഇപ്പം ഞാൻ കേട്ടൊരു കാര്യം, ഇമോഷണലി അത്ര കണക്റ്റിംഗ് അല്ലെന്ന് തോന്നി, പക്ഷെ എനിക്ക് ആണെന്നാണ് തോന്നിയത്. ഞാൻ ഇവരുടെ സ്റ്റോറിയിൽ കുറച്ചധികം കണക്റ്റഡ് ആയി. പ്രത്യേകിച്ച് കുറച്ച് നല്ലധികം ക്ലോസപ്പ് ഉണ്ട് പുള്ളിക്കാരത്തേക്ക്, നായികയായിട്ട് അഭിനയിച്ച ഫർസാന. അപ്പം ഈ ക്ലോസപ്പിൽ നിന്നൊക്കെ നമ്മടുത്ത് പറയാത്ത എന്തോ ഒരു സംഭവം ഉണ്ടെന്നോ അതെന്തോ അറിയാൻ എനിക്കൊരു ആഗ്രഹമുണ്ട്. പുള്ളിക്കാരത്തിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അതായത് പുള്ളിക്കാരിയുടെ ഫേസിൽ എപ്പോ വെച്ചാലും ഇവരുടെ ക്യാരക്ടറിന് എന്തോ പറയാനുണ്ട്, ഇവർക്ക് ഒരു കഥയുണ്ട്. അല്ലാതെ ജസ്റ്റ് വെറുതെ ഒരു ക്ലോസപ്പ് പോലല്ല. അതിനകത്ത് നമുക്ക് ഇപ്പൊ ഈ പറഞ്ഞ ആ അമ്മാമ്മയുടെ അടുത്ത് നിന്ന് കാലം ഇങ്ങനെ എന്താ അതിന്റെ പേര് ചോദിക്കുമ്പോൾ പുള്ളിക്കാരി ചിരിഞ്ഞിട്ട് ഇങ്ങനെ ഷെർലി എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ ചിരിയുണ്ട്. അപ്പൊ നമുക്ക് അത്ര നേരം കൊണ്ട് നമ്മൾ പുള്ളിക്കാരെ മനസ്സിലാക്കി. സ്റ്റിൽ ഈ അതിനുശേഷം ഈ അമ്മാമ്മയുടെ എന്ന് പറഞ്ഞ പുള്ളിക്കാരുടെ തലയിട്ടത്തിലും ആ പുള്ളിക്കാരിക്കും വളരെ ഈസി ആയിട്ട് ഇവരെ എന്തോ ഒരു ഓഫ് ആണല്ലോ സംഭവം എന്ന് തോന്നുന്ന പോലത്തെ അവരുടെ റിലേഷൻഷിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അവരുടെ റിലേഷൻഷിപ്പാണ് എനിക്ക് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള റൈറ്റിംഗ് വൈസ്. എനിക്ക് പേഴ്സണലി ആ അമ്മാമ്മയുടെ ആക്ടിങ് വർക്കായില്ല. പുള്ളിക്കാരത്തിന്റെ റൈറ്റിംഗ് ഭയങ്കര രസമായിരുന്നു. അതുകൊണ്ട് നമ്മൾ സ്ക്രീനിൽ അത് കണ്ടോണ്ടിരിക്കും. ഒരു പരിധി വരെ പുള്ളിക്കാരത്ത് ഡെലിവർ ചെയ്തത്. പക്ഷെ എന്നാലും ഇങ്ങനെ ഡയലോഗ് ആക്ടിങ് ആണ്. പക്ഷെ അത് പുള്ളിക്കാരത്തെ ഇങ്ങനെ ഡയലോഗ് പറഞ്ഞ് പഠിപ്പിക്കുന്ന ആ ഒരു ലൈൻ ഓഫ് കുറച്ച് സംഭവം. ആക്ഷൻ സീൻ ഓക്കെ, മറ്റേ തോക്കെടുത്ത് വീഡിയോ അതൊക്കെ ഓക്കെയാണ്. പക്ഷെ പുള്ളിക്കാരുടെ ക്യാരക്ടർ തിയേറ്ററിൽ നേരം അവർക്കൊരു ഫണ്ട് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്.
അത് ഇങ്ങനെ ഭയങ്കര തെറിച്ച ഇൻ ദ സെൻസ് ഭയങ്കര എന്താ പറയാ ബ്ലാസ്റ്റ് വൈബ് ഉള്ള ഒരു ക്യാരക്ടറാണ്. അപ്പൊ നമുക്കത് ഭയങ്കര ഫ്രഷ് ആണ് ഓൺ സ്ക്രീൻ. പക്ഷെ എനിക്ക് തോന്നി ലുക്ക് വൈസ് പുള്ളിക്കാരത്തി പെർഫെക്റ്റ് ആയിരുന്നു. പക്ഷെ ആക്ടിങ് ഈ പറഞ്ഞ് ആ ഒരു സംഭവം എനിക്ക് അതർവൈസ് നല്ല ആക്ടിങ്ങും നല്ല എല്ലാം നന്നായിട്ട് നടക്കുമ്പോഴത്തേക്കും ഇത് കുറച്ചൊരു പറഞ്ഞു പഠിപ്പിച്ച് അഭിനയിച്ചൊരു ഫീല് ഉണ്ടായിരുന്നു. പിന്നെ പക്ഷെ ആ ഫീൽ ഉണ്ടെങ്കിലും സ്റ്റിൽ ആ സീക്വൻസിൽ ഇവരുടെ റൈറ്റിംഗിൽ നല്ലതായിരുന്നോണ്ട് തന്നെ നമുക്ക് സീൻ വർക്കാവും. അതുകൊണ്ടാണ് നമ്മൾ ആ ചിലടത്ത് നമ്മൾ ചിരിക്കും. പക്ഷെ ഒരു ഇത് തോന്നിയില്ല എനിക്ക്. 1-2 സാധനങ്ങളുണ്ടായിരുന്നു. എല്ലാം നിനക്ക് അങ്ങ് അറിയണോ എന്ന് ചോദിച്ചു, അങ്ങനത്തെ സാധനങ്ങളൊക്കെ അല്ലേ. എന്നിട്ട് പിന്നെ പുള്ളിക്കാരത്തി കഥ പറഞ്ഞു തുടങ്ങത്തില്ലേ, എന്നെയും ഞങ്ങളെ രണ്ടുപേരെയും പൂട്ടിയിട്ടു എന്നൊക്കെ പറഞ്ഞു. അവിടെയൊക്കെ എനിക്ക് തോന്നുന്നു വേറൊരു ആക്ടറോ വേറൊരു ലൈൻ ഓഫ് ആക്ടിങ് ആയിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ആ സീനും കുറച്ചുകൂടെ വർക്ക് ചെയ്തെടുക്കായിരുന്നു. പിന്നെ ഏറ്റവും രസമായിട്ട് തോന്നിയത് പുള്ളിക്കാരത്തിയുടെ എൻഡിങ്. ആ ക്യാരക്ടറിന്റെ എൻഡിങ് സീക്വൻസ് ആണ്. അവിടെയാണ് മറ്റേ ക്യാരക്ടർ കുറച്ച് വേറൊരാളോട് ഒരു അടുക്കുന്നതോ ഒരു ഉഷയുടെ എനിക്ക് കിട്ടിയ ഒരു സേഫ് പ്ലേസ്, ഒരു സേഫ് ഹൗസ് ഇല്ലാതാവുകയാണല്ലോ എന്നുള്ളൊരു. അപ്പൊ അവിടെ ആ അമ്മാവൻ പറയുന്ന കാര്യം ഞാൻ അതേപോലെ കേൾക്കുമ്പോൾ എടാ അത് ചെയ്താൽ വീണ്ടും ഇവര് പ്രശ്നത്തിലാവുമല്ലോ, അത് ചെയ്തില്ലെങ്കിൽ ഒരു പ്രശ്നത്തിലാവുമല്ലോ അല്ലെ. ഇപ്പൊ അത് അമ്മാവൻ പറയുമല്ലോ, അതായത് മരിച്ചതിന് ശേഷം കുഴിച്ചിടണമെന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്താലും ഇവര് പ്രശ്നത്തിലാകത്തില്ലേ. അപ്പൊ ഞാൻ വിളിച്ച് അമ്മാവൻ മരിച്ച വിവരം മറ്റവരെ അറിയിച്ചാലും ഇവര് പ്രശ്നത്തിലാവുമല്ലോ ഇല്ലേ. അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല, ഏതായാലും ഇവര് പ്രശ്നത്തിലേക്കാവും. അത് എന്താ പിന്നെ അത് ചെയ്തേക്കാം എന്നുള്ളതില്ല. അല്ല, ആ തോക്കെടുത്ത് ഫസ്റ്റ് വെടിവെക്കത്തില്ലേ, അത് കഴിഞ്ഞിട്ടാണ് പുള്ളിക്കാർക്ക് ആക്ച്വലി കോൺഫിഡൻസ് വരുന്നത്. അത് ഞാൻ ചോദിച്ചില്ല. കാല് വെടിവെക്കുമ്പോഴത്തേക്ക് റീകോയിൽ കാണിക്കുന്നില്ല, പക്ഷെ ശരിക്കും മറ്റേ വെടിവെക്കുമ്പോഴത്തേക്ക് അതങ്ങനെയാണോ അറിയില്ല. നമ്മൾ ആ കാല് തോക്കിൽ ഫസ്റ്റ്, അതായത് ബ്ലാങ്ക് വെച്ചിട്ട് അടിക്കുമ്പോഴത്തേക്കും സൗണ്ട് മാത്രമേ വരുന്നുള്ളൂ, മറ്റേ റീകോയില് ഒരു എഫക്ട് ഷൂട്ടില്. പക്ഷെ മറ്റേ റിയല് ഇതായിട്ട് അടിക്കുമ്പോഴത്തേക്കും ശരിക്കും ആ റീകോയില് കാണിക്കും. പിന്നെ ഒരു കോമഡി എന്ന് വെച്ചാൽ ഈ ത്രൂ ഔട്ട് ഷൂട്ടിൽ ഇടയ്ക്കിടയ്ക്കായിട്ട് പുള്ളിക്കാരത്തിൽ ഇടത്തെ കണ്ട മേളിട്ട് കുരു വരും. അപ്പൊ ഞാൻ ഇതനി വല്ല എലമെന്റ് ആണോ പിന്നെ വിചാരിച്ചു അത് ഷൂട്ടിങ്ങിനിടയിൽ കുരു വന്നായിരിക്കും. ഏതോ ഒരു പടത്തിൽ സൗബിൻ ഇങ്ങനെ ഉണ്ടായിരുന്നു, ഏതോ ഒരു സിനിമയിൽ. എനിക്ക് ഏത് പടം ഇതിങ്ങനെ, അതായത് ഈ ഷോട്ടിൽ ഒരു പ്രിന്റ് എടുക്കാൻ എന്തോ പോകുന്നു ഇനിഷ്യലി. അപ്പൊ പ്രിന്റ് എടുക്കാൻ ഈ സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ കുരുണ്ട്. എന്നിട്ട് എന്തോ കണ്ണിന്റെ ഒരു ക്ലോസ് ഷോട്ട് വെക്കും അതിനകത്ത്. അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഇതെന്ത് സംഭവമാണ്. മറ്റേ മറ്റേ ഇങ്ങനെ ഇത് ആലോചിക്കേതാ അല്ലേ നമ്മളിങ്ങനെ എല്ലാം ബ്രില്യന്റ് പോയിന്റുകൾ എന്തൊക്കെയാണ് അല്ല. അത് സ്വാഭാവികമായിട്ട് അത് മറ്റേ എന്താ പറയാ, ഇവര് ഷൂട്ട് ചെയ്യുന്ന ടൈമില് ഇതുണ്ടാവുമല്ലോ, അപ്പൊ അതനുസരിച്ചിട്ട് മൾട്ടിപ്പിൾ സീനുകളിൽ വരുന്നതായിരിക്കും. കാടുമൊക്കെ ആണല്ലോ, അപ്പൊ എന്തെങ്കിലും കടിക്കുമല്ലോ ചെയ്തായിരിക്കും. അതാണ് ഇത്രയും വലിയ സംഭവം നടക്കുന്നുണ്ടെങ്കിൽ കണ്ടിന്റെ പുറത്ത് കുരുവാത്ത പുള്ളി വരെ. ഞാൻ അത് അത്ര ശ്രദ്ധിച്ചല്ലേ, ഒരുപാട് ക്ലോസ് അപ്പ്. അതാ പറഞ്ഞ മനസ്സിലായി, കണ്ണില് കുരു വരുന്നത്. അത് ഓക്കെ, കുരുവല്ലേ പോട്ടെ എന്നുള്ള. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഷോട്ട് പടത്തിന്റെ ക്ലോസ് അപ്പ് സിനിമാറ്റോഗ്രാഫി വൈസ് ഭയങ്കര. അതില് ഈ ഇന്റർവെല്ലിന് മുമ്പല്ല, ഫസ്റ്റ് ഈ പയ്യൻ ഇങ്ങനെ സ്കൂൾ വിട്ട് വന്നു കഴിയുമ്പോൾ അമ്മ വിളിക്കാൻ ചെല്ലും. അപ്പൊ മകനെ കാണാൻ വന്ന് നിർത്തി കഴിഞ്ഞ മകനോട് പറയുന്നുണ്ട് എത്ര വൈകിയാലും അമ്മ വരും എന്ന് പറയുന്നിടത്ത് പുള്ളിക്കാരുടെ ക്ലോസപ്പ് ഉണ്ട്. അതായത് അത് ഡയറക്റ്റ് ടു ക്യാമറ. അതിലൊരു എല്ലാ ഷോട്ടിലും ഈ പറഞ്ഞ പോലെ ഇവര് ആ ഷോട്ട് നമ്മള് നോക്കുന്ന ലൈൻ ഓഫ്. അതെ, ഇത് ഡയറക്ട്ലി ഇങ്ങനെ ഓഡിയൻസിനോട് പറയുന്ന കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പോലത്തെ ഒരു സംഭവമാണ്. ബീന ആന്റണി കുറെ നാളുകൾക്ക് ശേഷം തോന്നുന്നു സിനിമയിൽ ഒരു അതും ഈ പറഞ്ഞ പോലെ കുറച്ചു നേരം ഉള്ളെങ്കിലും പുള്ളിക്കാരിക്ക് ഉണ്ടാക്കാൻ എന്ന് വെച്ചാൽ ഇങ്ങനെ ഭയങ്കര കൊടൂര വില്ലൻ ലൈൻ അല്ല, വളരെ റിയലിസ്റ്റിക് ആയിട്ട് ഉള്ളൊരു ഫിയർ. അതായത് ആ ക്യാരക്ടറിനെ നമുക്കിങ്ങനെ മറ്റേ പറ്റിപ്പിടിക്കുന്ന ഒരു ക്യാരക്ടർ, അതിനെ പറിച്ചു കളയാൻ പറ്റത്തില്ല എന്ന് പറയുന്ന ലൈൻ ഓഫ് ഒരു ആളാണ്. അപ്പൊ ആ ആളെ റിമൂവ് ചെയ്യണം ഇതിനകത്തുനിന്ന് നമുക്ക് വരെ തോന്നുന്ന ലൈനിലാണ് അവരുടെ ആ പെർഫോമൻസ്. അത് ആ കാര്യത്തിൽ പുള്ളിക്കാരി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഞാനിങ്ങനെ കണ്ടോണ്ടെന്ന് പറയുന്നത് നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ ഇവരെ എങ്ങനെ ഒഴിവാക്കി വിടും, ഇവരൊക്കെ ഒഴിവാക്കി വിടുക എന്നുള്ളത് ഇവരെ കൊല്ലുക എന്നുള്ളത് വേറെ. രണ്ടാം പുള്ളിക്കാരത്തിന്റെ റീഇൻട്രൊഡക്ഷൻ ഷോട്ട് ഭയങ്കര രസമാണ്. അതായത് കമ്മൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ ബാക്കിൽ ഒരു സാധനം വന്ന് നിൽക്കുമ്പോഴത്തേക്കും അത് അതിങ്ങനെ വന്ന് ഇങ്ങനെ നോക്കുന്നു. അപ്പൊ അതിലൊന്നും ഫോക്കസ് പോകുന്നില്ല. അപ്പൊ ഇങ്ങനെ ആ വിസിലാണ് എന്തോ ആദ്യം കേൾക്കുന്നത്. അപ്പൊ അത് നമുക്കത് മനസ്സിലായി. നമുക്കൊരു എന്തോ ആ സൗണ്ട് എലമെന്റ് കുറച്ച് പേര് ചിന്തിച്ചാണ് എന്ത് ഒരു എലമെന്റ് വെച്ചിട്ട് ഈ ഫിയർ ഉണ്ടാക്കാൻ. ചുമ്മാ ഇങ്ങനെ വന്ന് വിളിച്ചാൽ അത്ര എഫക്റ്റീവ് ആകത്തില്ല. ഈ വിസിൽ എന്ന് പറഞ്ഞ എലമെന്റ് അതൊക്കെ ഭയങ്കര രസമുണ്ട്. എനിക്കൊന്ന് ഏക ഫീമെയിൽ ക്യാരക്ടർ പ്രശ്നം ഉണ്ടാക്കുന്ന. അതെ, ഈ കഥയിൽ പ്രശ്നക്കാരിയാവുന്ന ഒരു. ബാക്കിയെല്ലാം മറ്റേ ടോവിനോയുടെ ക്യാരക്ടർ സെക്കൻഡ് ഹാഫിൽ വരുമ്പോഴും പുള്ളിക്കാരന് ഒരു ചേച്ചിക്കാരനുണ്ട്. പുള്ളിക്കാരന്റെ ഇതൊക്കെ
പുള്ളിക്കാരന് ഫുഡ് ഉണ്ടാക്കാനും ഒക്കെ മാത്രമായിട്ട്. എനിക്ക് കുറേ നാളുകളായിട്ട്, ഇപ്പം അടുത്ത കുറേ നാളുകളായിട്ട് ഈ ടൊവിനോ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യും. ഏതാ പുള്ളിയുടെ ഈ സ്റ്റാർ എലമെന്റ് അല്ലെങ്കിൽ ടൊവിനോയിൽ നിന്ന് വേറൊരു ക്യാരക്ടറായിട്ട് അഭിനയിക്കാനുള്ള ശ്രമങ്ങൾ നടത്താൻ ഒരു ഭയങ്കര ഇനിഷ്യലി പുള്ളിയുടെ കരിയറിൽ ഒരുപാട് കേട്ടൊരു സാധനമാണ് ഏത് ക്യാരക്ടർ ചെയ്താലും ടൊവിനോ ഇല്ലടാ എന്നുള്ളൊരു സംഭവം പുള്ളി കുറെ കേട്ടിട്ടുണ്ട്. പുള്ളി ഭയങ്കര ആക്റ്റീവായിട്ട് ശ്രമിക്കുന്നുണ്ട്. എനിക്ക് പേഴ്സണലി, നിനക്ക് എങ്ങനെ വർക്കായോ? എനിക്ക് ഈ പടത്തില്, ഞാൻ ഈ അടുത്ത കുറെ പടങ്ങൾ കണ്ടിട്ട് എനിക്ക് ഈ പടത്തിൽ പുള്ളി കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് അത് ഹാൻഡിൽ ചെയ്ത് പോലെ തോന്നി. എനിക്ക് സെയിം സംഭവം, അതായത് ടൊവിനോ അല്ലാത്തൊരു ക്യാരക്ടറിനെ കണ്ടൊരു ഫീൽ ഉണ്ട്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടെങ്കിലും എനിക്ക് തോന്നിയത് ആ കാസ്റ്റിംഗ് വേറൊരാളായിരുന്നെങ്കിൽ എന്നൊരു ഫീലും ഉണ്ട്. കാരണം എന്തുകൊണ്ടോ ടൊവിനോ ആയതുകൊണ്ടാണെന്നൊന്നും അറിയത്തില്ല, നമുക്ക് ആ ക്യാരക്ടറെയും ടൊവിനോയും സെപ്പറേറ്റ് ചെയ്യാൻ കുറച്ച് പാടുണ്ടായിരുന്നു. അത് കാര്യം എന്താ വെച്ചാൽ ഈ പടത്തിൽ ബാക്കിയുള്ള എല്ലായിടത്തും ഇല്ലേ ഒരു പുതിയ ഫ്രഷ്നെസ് ഉണ്ട് നമുക്ക്. അതെ, ഈ അമ്മ ക്യാരക്ടറിനെ പോലെ തന്നെ എനിക്ക് തോന്നുന്നു ഒരു ആക്ടർ അല്ല, നമ്മൾ കണ്ട് ശീലിച്ച ഒരു ആക്ടർ അല്ലായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ പടത്തിനകത്ത് നിന്നേനെ. ഈ പറയുന്ന പോലെ ഈ വലിച്ചിലല്ലാതെ ആ ക്യാരക്ടറിന് ഒരു സസ്പെൻസ് ഉണ്ട്. അത് ആക്ച്വലി ഒരു ബെറ്റർ മെയിൽ ഫിഗർ. നമ്മൾ ഇനിഷ്യലി കാണുമ്പം ആള് ഭയങ്കര ഇതാണെന്ന് തോന്നിയാലും ഉള്ളിന്റെ ഉള്ളിൽ നന്മയുള്ളവരാന്ന് പറയുന്ന ടൈപ്പ് ഓഫ്, ഉള്ളറിഞ്ഞാൽ എല്ലാവരും നല്ലവരാണ്. ഇനിഷ്യൽ ഇവ ഈ കൊച്ചിനെ എടുത്ത് താഴത്ത് ഇറക്കിയിട്ട് ഓർഡറാന്ന് പറഞ്ഞിട്ടാണേലും അവന്റെ കൂടെ കൂട്ടി. പിന്നീടാണ് അവന്റെ ഉദ്ദേശം അങ്ങനെ മാറി പറയുവാണല്ലോ, ഉദ്ദേശം മാറുന്നു. പിന്നീട് ഒരു പോയിന്റിൽ ഭയങ്കര ഇമോഷണൽ ആണ് ആള്. അതെ, ആൾക്ക് ആ ആളുടെ ക്യാരക്ടർ ഒറ്റപ്പെടുത്തിക്കുക. അതെ, പുള്ളിക്ക് ഒരാൾ വേണം. പുള്ളി ഇമോഷണൽ ആയ നല്ല മനുഷ്യനാണ്, പക്ഷെ അല്ലെങ്കിൽ രണ്ടെണ്ണം അടിച്ചാൽ ആള് സെറ്റാണ് എന്ന് പറയുന്ന പോലെ. അതെ, പക്ഷേ ഈ ബോഡി എല്ലാ രീതിയിലും പുള്ളിയുടെ ബോഡി ലാംഗ്വേജ് ആണെങ്കിലും പുള്ളിയുടെ സംസാര ശൈലി, വയർ ഒരു പ്രോസ്തെറ്റിക് വയറൊക്കെ വെച്ചിട്ടുണ്ട്. അല്ല, പുള്ളിയുടെ സംസാര ശൈലി ഞാൻ അതെ, ഡയലോഗ് ഡെലിവറി ഏറ്റവും കൂടുതൽ ടൊവിനോയെ ഈ പറഞ്ഞ പോലെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു സംഭവമാണ് പുള്ളിയുടെ ഇതുപോലൊരു ക്യാരക്ടർ ആവാനുള്ള ശ്രമത്തിൽ ഈ ഡയലോഗ് ഡെലിവറി. ഇതിലത് വളരെ നല്ല രീതിയിൽ സിമിലർ ഡയലോഗ് ഡെലിവറി ശ്രമിച്ച് പാളിയ പടമായിരുന്നു പള്ളിച്ചട്ടമ്പി. ഇത് ഈ ഡയറക്ടേഴ്സിന്റെ വ്യത്യാസമാണ്. ഈ നല്ല ഡയറക്ടറെ കിട്ടിയപ്പോ എനിക്ക് തോന്നുന്നു പുള്ളിയെ കൊണ്ട് അതേ സാധനം തന്നെ ചെയ്യിച്ചെടുത്തു. പെട്ടെന്ന് കാണുമ്പോൾ പള്ളിച്ചട്ടമ്പിയിലെ ലുക്കിന്റെ ഒരു ചെറിയ സാമ്യത ഇവിടെ തോന്നുമെങ്കിലും അതെ ഇതിനകത്ത് ആ മീശയൊക്കെ വെച്ചതും ഒരു ഏജ് ഒക്കെ കൊണ്ടുവരാനൊക്കെ. അതായത് എനിക്ക് ടൊവിനോ മറ്റേ ഏജ് ആവുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, അതായത് കുറച്ച് കഴിയുമ്പോ ഇത്ര വർഷം സ്ലോ ആയി പുള്ളി സംസാരിക്കുമ്പോഴൊക്കെ പുള്ളിയുടെ മുഖമൊക്കെ എന്താ ഈ ദേഷ്യപ്പെടുമ്പോഴൊക്കെ കുറച്ച് ചുമന്നൊക്കെ വരുന്നത് ഒരു അത്രയും നേരം കുറച്ച് ഇങ്ങനെ. ഇത് ഈ പറയുന്ന പോലെ ഭയങ്കര എന്താ ബ്ലാക്ക് ക്യാരക്ടർ ഒന്നും അല്ല, ഒരു ഗ്രേ ഷെയ്ഡ് എന്ന് പോലും പറയാൻ പറ്റില്ല. പുള്ളിയുടെ സാഹചര്യം കാരണം പുള്ളി അത് ചെയ്തു പോയി എന്ന ലൈൻ ഓഫ് ക്യാരക്ടറാണ്. അപ്പം ലാസ്റ്റൊക്കെ നമുക്ക് ചെറിയൊരു സിമ്പതി തോന്നി, എടാ ഒരു പരിപാടിയും കൂടെ പിടിച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ മറ്റേ ഇപ്പം പിടിച്ചു കൊടുക്കത്തില്ലേ, അപ്പോഴത്തെ സീൻ എനിക്ക് ഭയങ്കര ഫ്രഷ് ആയിട്ട് തോന്നിയായിരുന്നു. എടാ കുഴപ്പമില്ല, നിനക്ക് അമ്മ അങ്ങനല്ല പെറ്റമ്മയ്ക്ക് വേണ്ടി വളർത്തച്ഛൻ ക്ഷമിച്ചു പറയും. അപ്പൊ ആ ക്യാരക്ടറിന്റെ എൻഡിങ് എനിക്ക് ഭയങ്കര ഫ്രഷ് ആയിട്ട് തോന്നിയായിരുന്നു. ആ പുള്ളി ചെയ്തതും നല്ല, അതിന്റെ ഒരു എഡിറ്റിംഗ് ശ്രദ്ധിച്ചേട്ടാ ഭയങ്കര കുറച്ച്. ഞാൻ ഇനിഷ്യലി കണ്ടോണ്ടിരുന്നപ്പോഴേ ഈ ഇവൻ ഈ തിരിച്ച് ഇവരുടെ അടുത്തേക്ക് വരുമല്ലോ, ഇവർ താമസിക്കുന്നിടത്തേക്ക്. അപ്പം നീ ഇവിടെ പോയി കിടക്കുക എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഇവര് മറ്റേ ലാസ്റ്റ് പണിയുടെ കാര്യം പോലീസിനോട് കഥ പറയാൻ തുടങ്ങുന്നിടത്തുനിന്ന് പിന്നീട് ഇങ്ങനെ പോയിട്ട് ലാസ്റ്റ് ഇവൻ വന്ന് കയറി കഴിഞ്ഞിട്ട് ഈ ടൊവിനോ ഇവരോട് ഇത് പറയുക ഏത് ഇവൻ കണ്ടുപിടിച്ച ഡീറ്റെയിൽസ്. അപ്പൊ ഞാൻ ഇത് നേരത്തെ ഈ പയ്യൻ അറിയാമോ? അപ്പൊ ഞാനിങ്ങനെ ഒരു നിമിഷത്തേക്ക് ഇത് ഇവന്റെ ഫ്ലാഷ് ബാക്കിൽ നിൽക്കുകയാണ്, പ്രസന്റിലേക്ക് വന്നല്ല. പെട്ടെന്ന് ഈ പോലീസിന്റെ സംഭവം വന്നപ്പോഴത്തേക്ക് ഓക്കെ ഇത്. അപ്പൊ ഞാൻ നോക്കുമ്പോഴത്തേക്ക് എഡിറ്റിൽ ഇവർ ഇതേ സാധനം മറ്റേ ഇതുകൊണ്ട് ഈ ടൈം ജമ്പ്, ഈ ബാലന്റെ ടൈം ജമ്പ് ചെയ്തിരിക്കുന്ന അങ്ങനെ. സിഗരറ്റ് വെച്ചിട്ട് നമ്മുടെ ലാൽ ജൂനിയറിന്റെ ക്യാരക്ടർ ജീൻ പോൾ ആക്ച്വലി ഈ ബാലന്റെ ഫോട്ടോയിൽ ഇങ്ങനെ ഒരു തുളയിടും സിഗരറ്റ് കുറ്റി വെച്ചിട്ട്. അവിടെ നിന്ന് കട്ടു ഈ മുതിർന്ന ബാലൻ എന്ന് പറഞ്ഞാൽ 6-7 വയസ്സ് പ്രായമുള്ള ബാലൻ മുഹമ്മദ് സിനാൻ എന്ന് പറഞ്ഞൊരു 6 വർഷം കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു അത് ചെയ്തിരിക്കുന്ന മുഹമ്മദ് സിനാൻ എന്ന് പറഞ്ഞൊരു പയ്യനാണ്. അവര് ഫസ്റ്റ് ടൈം ജീൻ പോളിന്റെ ക്യാരക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ ഇവൻ ചെറിയ കാര്യങ്ങൾ പോലും വലുതാക്കി എടുത്ത് പ്രതികാരം ചെയ്യുന്ന അതൊരു ഡിവേർഷനാണ്. കാരണം അത് വെച്ചിട്ട് ഒരുപാടൊന്നും പോകുന്നില്ല. പക്ഷെ ഇത് ഈ പറയുന്ന ഈ പടത്തിൽ ഞെട്ടിച്ചൊരു ആക്ടറാണ് പുള്ളി. അതായത് പുള്ളിയുടെ റോള് ഭയങ്കര രസമായിട്ടാണ്. എനിക്ക് മറ്റേ അമ്മയെ തേടി വന്നതാണ് ആണോ അയ്യോടാ അടാ അതെ ഇപ്പം അവന്റെ അമ്മയെ മൂഡിലേക്ക് വന്നതാണ്. കാരണം പുള്ളിയുടെ ആ ഡയലോഗ് ഡെലിവറിയും പുള്ളിയെ കാണുമ്പോൾ ആ സാന്നിധ്യം തന്നെ പുള്ളിയെ മനസ്സിലാക്കാനും പാടാണ്. പുള്ളി എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. പിന്നെ എനിക്ക് ഭയങ്കര രസമുള്ള സീൻ മറ്റേ നിന്റെ അമ്മയെ ഞാൻ തിരിച്ചറിട്ടെ കൈയും കാലും ഒക്കെ വേറെ ആയിട്ട് ആ സാധനം കഴിഞ്ഞിട്ട് പിന്നെ നടന്നുപോയിട്ട്
ഞാനിങ്ങനെ എന്ന് പറഞ്ഞിട്ട് പോകത്തില്ല. എന്റെ ഒരു ആ, രീതിയാണ് എന്റെ രീതി ഇങ്ങനെ. അത് എന്റെ പക്ഷേ രീതിയാണ് അത് ഈ വില്ലൻ റൈറ്റിംഗ് ചെയ്യുമ്പോഴത്തേക്കും ഈ സ്ഥിരമുള്ള ആ ക്ലിഷേ റൈറ്റിംഗ് അല്ലാതെ നമുക്ക് കാണുമ്പോൾ തന്നെ എടാ ഇവൻ എന്തോ കുഴപ്പമാണല്ലോ അത്രയും തോന്നിയാൽ മതി. അത് ഡയലോഗിലല്ല. അത് ഇവരിങ്ങനെ മറ്റേ കലിപ്പായിട്ട് നിൽക്കുന്നതിനപ്പുറത്തേക്ക് പുള്ളി ചിരിച്ചോണ്ട് ഇതൊക്കെ പറയുമ്പോഴും നമുക്കൊരു ഭയം അല്ലെങ്കിൽ ഒരു ഇതുണ്ട് ഇയാൾ. അപ്പൊ എനിക്ക് പടം കണ്ടുകൊണ്ടിരുന്നപ്പോഴും ഇവന്റെ ക്യാരക്ടർ അപ്പൊ എന്തായിരിക്കും ചെയ്തിരിക്കുന്നത്, ഇവനെന്താ വേണ്ടത്, അല്ലെങ്കിൽ ഇവൻ എന്താ കിട്ടണ്ടേ എന്നുള്ളൊരു സംഭവം ഉണ്ട്. പുള്ളി ഇങ്ങനെ ഒരു ഒറ്റ ബുദ്ധിയിലൊരു ക്യാരക്ടറാണ്. അത് ഈ എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ഈ ഓരോ മെയിൽ ഫിഗേഴ്സിന് ഓരോ ടൈപ്പ് ഓഫ് ടോക്സിസിറ്റി ആയിരിക്കും എഴുതി വെച്ചേക്കുന്നത് അതിൽ. അതുപോലെ തന്നെ സിസിലി എന്ന് പറഞ്ഞൊരു പോലീസുകാരിയായിട്ട് അഭിനയിച്ചൊരു കുറച്ച് സീനേ ഉള്ളൂ. പുള്ളിക്കാരി നല്ല വൃത്തിയായിട്ട് ഒരു ഷോട്ട് അടിച്ചു. മറ്റേ ആ കുഴിന്ന് മുമ്പ് പുള്ളിക്കാരി കുറച്ച് ഓവർ ഇമോഷണൽ ആയതുപോലെ. അതായത് മറ്റേ അത് ജോലി പോകുന്നുള്ള ടെൻഷൻ. അല്ല പക്ഷെ അത് അതായത് അവരുടെ അവരെ ഏൽപ്പിച്ച പരിപാടി നടന്നില്ല. ആള് പോയി മിസ്സായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇവരുടെ പണി പോകില്ല. അപ്പൊ അത് പിന്നീട് അത് കണ്ടിന്യൂ ചെയ്യാനുള്ള പിന്നീടുള്ള സീനിലും. പിന്നെ എനിക്ക് ആക്ച്വലി സുഷിൻ ശ്യാമിന്റെ പരിപാടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സുഷിൻ ശ്യാമാണ് ആക്ച്വലി പടത്തെ വല്ലാണ്ട് ഹോൾഡ് ചെയ്യുന്നത്. അതെ, പാട്ട്, അതായത് മറ്റേ മകനെ മകനെ എന്ന് പറഞ്ഞ പാട്ടുണ്ട്. അത് ഈ പടത്തിലാണ് ഞാൻ കേൾക്കുന്നത് ആദ്യം. അത് നല്ല രസം. അത് മറ്റേ ഈ ടൊവിനോയുടെ കൂടെയുള്ള സമയത്താണ് ആ പാട്ട് വരുന്നത്. പിന്നെ ഇത് എങ്ങോട്ടാ അല്ലേ, എങ്ങോട്ടാ ഒരു ഈ താക്കോലിനെ ബേസ് ചെയ്തൊരു പാട്ടുണ്ട്. ആക്ച്വലി ഞാൻ ആ പാട്ടിന്റെ ലിറിക്സ് ശ്രദ്ധിച്ചപ്പം ഈ താക്കോൽ തപ്പി നടക്കുന്നു, പിന്നെ താക്കോൽ കിട്ടുമ്പോൾ അത് നിർക്കോലിയായി മാറുന്നു, അങ്ങനെയൊക്കെ സംഭവം. ഇത് ഇതിന്റെ റെഫറൻസ് എനിക്ക് തോന്നുന്നു മറ്റേ ഈ പറയുന്ന ഇന്റർവെൽ പോയിന്റിൽ ഒരു KGF-ന് ശേഷം വളരെ മെമ്മറബിൾ ആയിട്ടൊരു ബണ്ണ് സീനാണ്. അതായത് മറ്റേ പുള്ളിക്കാരത്തി കൊടുത്തിട്ട് പുള്ളിക്കാരത്തി ആക്ച്വലി മനസ്സിന്റെ നന്മ കൊണ്ട് ഒരു ബണ്ണ് കൊടുക്കാൻ പോയത്. അപ്പോഴാണ് അടുത്ത ഐഡിയ കിട്ടുന്നത്. അതെ, അപ്പോഴാണ് പുതിയൊരു സിമിലർ ഫേസ് കട്ടുള്ള ഒരു നേഴ്സിന്റെ ജോബ്. അപ്പൊ ഞാൻ ഈ സാധനം കിട്ടി ഇവരവിടെ എത്തത്തില്ലേ, അതായത് ഇവർക്ക് അവിടെ എത്തുമ്പോൾ തോന്നുവാണ് എന്റെ ലൈഫിന് പുതിയൊരു താക്കോല് കിട്ടി. പക്ഷെ അത് അതിലും വലിയ നീർക്കോലിയായിട്ടും അതാണ് എഴുതുമ്പോ ചുമ്മാ വന്ന കുറച്ച് റിലീസ് ചെയ്ത അപ്പുറത്തേക്ക് പിന്നീട് ഈ കഥയുടെ എലമെന്റുകളെ എങ്ങനെയെങ്കിലും ഒന്ന് ഫോർഷാഡോ ചെയ്യുന്ന. ആക്ച്വലി ഞാൻ വിചാരിച്ചത് ഫോർഷാഡോയിങ് ആയിരിക്കുന്നത്. കാരണം പുള്ളിക്കാരത്തിയെ ഒരു ഭ്രാന്തുള്ള ഒരാളുടെ ഐഡന്റിറ്റി ഏറ്റെടുത്തിട്ട് പുള്ളിക്കാരത്തിക്ക് വട്ടായി ആ ലൈനിലേക്കാണല്ലോ നമ്മൾ ഡൈവേർട്ട് ചെയ്യുന്നത്. അങ്ങോട്ടാണ് ഡൈവേർട്ട് ചെയ്യുന്നത് നമ്മളെ. അപ്പൊ അങ്ങനെ ഒരു പോയിന്റ് വരെ വിശ്വസിച്ചു. പക്ഷെ എനിക്കത് അങ്ങനെ ആവത്തില്ല എന്നുള്ളൊരു സാധനം ഇങ്ങനെ മൈൻഡിന്റെ പുറകെ. ഞാനും പറയില്ല കേട്ടോ, ഹാപ്പി എൻഡിങ് ആയിരിക്കും പടം. ഞാൻ ആദ്യമേ ഇത് കഥ പറഞ്ഞില്ലെങ്കിൽ കുറച്ച് എന്റെ എക്സൈറ്റ്മെന്റിൽ ഞാൻ കുറച്ച് സ്പോയിൽ ചെയ്യും പുള്ളിക്ക് സ്വാഭാവികമായിട്ട്. പിന്നെ വിശ്വസിക്കരുത്. അതെ, ഞാൻ ഓടിയൊക്കെ അയച്ചാൽ പുള്ളി കേൾക്കൂല. പുള്ളി പടം കണ്ടു കഴിഞ്ഞിട്ട് ഒരു 3.5 മിനിറ്റ് 4 മിനിറ്റ് ഓടി ആയിരിക്കും. ഞാൻ അത് കേൾക്കത്തില്ല. അത് കേട്ടാൽ പോയി. അതെ, ഇവന്റെ വിചാരം സ്പോയിൽ ചെയ്യുന്നില്ല. പക്ഷെ എന്റെ അടുത്ത് ഇവൻ അല്ല, എനിക്ക് ബേസിക്കലി എനിക്ക് അങ്ങനെ സ്പോയിൽ ആവൂല. അതുകൊണ്ടാണ് എനിക്ക് പക്ഷെ ഒന്നും അറിയാതെ ഈ ട്രെയിലർ റിയാക്ഷൻ പോലും എനിക്ക് കാണാൻ താല്പര്യമില്ല. എനിക്കിങ്ങനെ പടത്തിലേക്ക് ഇങ്ങനെ ഫ്രഷ് ആയിട്ട് എൻ്റർ ചെയ്തിട്ട് ഡയറക്ടറെ പറയൂ എന്താ പറയാനുള്ളത് ലൈനാണ് എനിക്ക് ഇഷ്ടം. അപ്പൊ ഈ ഹാപ്പി എൻഡിങ് എന്ന് മാത്രം പറഞ്ഞത് കൊണ്ട് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞ കുറെ പോസിബിലിറ്റീസ്. അപ്പൊ അവിടോട്ട് പോകത്തില്ല. അവൻ പറഞ്ഞല്ലോ ഹാപ്പി എൻഡിങ് ആണെന്നുള്ള സാധനമാണ്. എനിക്കത് പറഞ്ഞത് ചിദംബരമാണ് കേട്ടോ. ചിദംബരം ഇന്റർവ്യൂവിൽ പറഞ്ഞോണ്ട് മാത്രമാണ്. അത് കണ്ടില്ലായിരുന്നെങ്കിൽ ഞാനും ഈ പടം കണ്ടോണ്ടേ വിചാരിക്കും ഇത് ഡാർക്കായിട്ട് ഉണ്ടാവും. അങ്ങനെയാണ് എനിക്ക് ഭയങ്കര വിഷമാവും. കാര്യം ഞാൻ ഓൾറെഡി ഈ അമ്മയും മകനും തമ്മിൽ കണ്ടുമുട്ടുന്ന വെയിറ്റ് ചെയ്തിരിക്കുക. ഞാൻ ഓൾറെഡി വിഷമത്തിരിക്കുക. അപ്പോൾ പടം എൻ്റെ ആകുമ്പോൾ ഞാൻ ഈ അവസാനം ഈ അമ്മയെ കാണാൻ ഈ മകൻ ചെല്ലുമ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ ഞാൻ കരയുന്നുള്ള മൈൻഡ് ഇരിക്കുക. ബട്ട് അവിടെ എന്നെ അതെനിക്ക് അത് കഴിഞ്ഞ പയ്യന്റെ ഓട്ടവും ഈ എങ്ങോട്ടാന്ന് പറഞ്ഞ പാട്ടിന്റെ പുതിയൊരു വേർഷൻ ഉണ്ട്. അത് ഭയങ്കര രസമാണ് കേട്ടോ. അത് ശരിക്കും ഒരു ഹൈ ഉണ്ടായിരുന്നു എനിക്ക്. അല്ലെ, പയ്യൻ അവിടെ എത്തിക്കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി പയ്യൻ കാണാൻ പോകുന്ന അമ്മയല്ല. അത് മൈൻഡിൽ ഉറപ്പിച്ചുകൊണ്ട്. പക്ഷെ ഞാൻ ആദ്യം കണ്ടപ്പോ ഉണ്ടല്ലോ, കണ്ട തിയേറ്ററിൽ ഈ അമ്മ തിരിഞ്ഞ് നടന്നു വരുമല്ലോ. അപ്പൊ പുള്ളിക്കാരുടെ ഫേസ് ഭയങ്കര ഡാർക്കാണ്. അപ്പൊ ഞാൻ ആരാ ഇതെന്നുള്ളത് അല്ല, അത് എനിക്ക് മനസ്സിലായിരുന്നു അവരാണെന്ന് എനിക്ക്. പക്ഷെ എനിക്ക് ഈ മുഖം കാണാൻ ഞാൻ ആരാണെന്ന് നോക്കിയിരിക്കാം. അപ്പൊ ഇവന്റെ മുഖത്ത് മാറിയപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് ഇത് മറ്റവരല്ലേ. അല്ല, ഞാൻ ഇറങ്ങിയപ്പോ ഞാൻ ഇങ്ങനെ കാണിച്ചില്ല എന്ന് സംഭവം. എന്തോ ഒരു പോയിന്റ് മറ്റേ പോലീസുകാരൻ പറഞ്ഞു വെച്ചാ നിനക്ക് അമ്മയെ കിട്ടത്തില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് അല്ല അമ്മ. അവന് എന്തായാലും ഇനിയൊരു ജയിൽ ബ്രേക്ക് സീക്വൻസിനുള്ള ടൈമൊന്നും ഇല്ല. അപ്പൊ എന്തായാലും ഇത് വേറെന്തോ സംഭവമാണ്, അല്ലെ അമ്മയല്ല. പിന്നെ ഇങ്ങനെ ആലോചിച്ചോണ്ടിരുന്നപ്പോഴാണ് മറ്റേ ഐഡന്റിറ്റി ഉണ്ട്, ഒരു കാർഡുണ്ട്, ID കാർഡ്. അതെ. അതുപോലെ ഞാൻ ഈ പടത്തിൽ അതിനുശേഷം ഈ പയ്യൻ ഓടിപ്പോയിട്ട് എവിടെയാണോ അമ്മ വരുമെന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി ഇരിക്കുമല്ലോ. അപ്പൊ ഇരിക്കുമ്പോൾ ഒരു ഷോട്ട് ഉണ്ട് ഇങ്ങനെ ഒരു മറ്റേ 1/3 റൂൾ ഓഫ് തേർഡ് വെച്ചിട്ട് കമ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിനകത്തൊരു സംഭവമായി ശ്രദ്ധിച്ചത് ഞാൻ വിചാരിച്ചത് ഇത്രയും സ്പേസ് ബ്ലാങ്ക് ഇട്ടിരിക്കുക.
ഡയറക്ഷൻ ബൈ ചിദംബരം എന്ന് ഇത് കാണിച്ച് പടം തീർക്കുമായിരിക്കും. ഇറ്റേണൽ കാത്തിരിപ്പ്. അതായത് ഞാൻ വിചാരിച്ചു ഇവിടെ പടം തീർക്കുമായിരിക്കും. അപ്പൊ ഞാനിങ്ങനെ അവിടെ തീർന്നാലും കുഴപ്പമില്ല, എന്നാലും എനിക്ക് എന്തോ ഒരു ചെറിയ ഇതിൽ കിട്ടണം. ഏത് ഒരു ക്ലോഷർ വേണമല്ലോ നമുക്ക്. ഇതിന് കാത്തിരിപ്പ് വേണ്ട, നമുക്ക് ക്ലോഷർ കിട്ടണം എന്നുള്ള സംഭവത്തിന് തന്നെ വെയിറ്റ് ചെയ്യുന്നപ്പോൾ ഈ പറഞ്ഞ പോലെ അമ്മ വരുന്നു. നിന്റെ ആ സാധനം ഇല്ലായിരുന്നെങ്കിൽ ചിന്തിക്കാൻ, അതായത് ആരെ കൊന്നാലും കുഴിച്ചൊരു വാഴ വെക്കൊന്നുമല്ല. ഞാൻ വിചാരിച്ചു 2 വാഴയൊക്കെ കാണിച്ച ഗ്ലാസ് നിർത്താമല്ലോ. ഇവനും ആ ലൈനിൽ മറ്റേ അതും ഒരു അമ്മയായിരുന്നു അതിനെ. അപ്പം പക്ഷെ അതൊന്നും ഒരു രസമില്ല, ആ എൻഡിങ് ഒന്നും രസമില്ല. നമ്മൾ വേറെ കഥ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, പടം അവിടെ നടന്നുകൊണ്ടിരിക്കുക. പടം കണ്ടാ പോലെ ഞാൻ വേറെ കഥ ഉണ്ടാക്കാൻ അനുവദിക്കില്ല. അപ്പൊ ഞാനത് എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ എനിക്ക് ബേസിക്കലി ഒരു പടവും സ്പോയിൽ ആവത്തില്ല. അതായത് എത്ര വലിയ സസ്പെൻസ് പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല പടം കാണുമ്പോൾ. കാര്യം ഞാൻ പടം എൻജോയ് ചെയ്യാം. എനിക്ക് മറ്റേ പടത്തിൽ ഞാൻ അറിയാത്തൊരു സസ്പെൻസ് എൻ്റെ മുമ്പ് വരുന്നത് എന്നെ ചിലപ്പം അതെനിക്ക് ഇഷ്യൂ ഉണ്ടാക്കും ചില സമയത്ത്. അപ്പോൾ അതുകൊണ്ട് ചില സമയത്ത് കഥ കേട്ടിട്ട് പോയി കാണുന്നതും എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്. കാരണം ഞാൻ കാണാൻ പോകുന്ന പരിപാടി ട്രെയിലർ കാണുമ്പോഴേ എനിക്കറിയാം ഈ സിനിമ എനിക്ക് വർക്കാവും, ഈ സിനിമ എനിക്ക് വർക്കാവില്ല എന്ന് ട്രെയിലർ കാണുമ്പോഴേ മനസ്സിലാവും എനിക്ക്. അതിൽ ഈ എത്ര ശതമാനം വർക്കായി എത്ര ശതമാനം വർക്കായില്ല എന്നുള്ളത് മാത്രമേ ഫൈനൽ ഔട്ട്പുട്ട് ഉണ്ടാകത്തുള്ളൂ. അത് എപ്പോഴും എല്ലാ പടത്തിലും ട്രെയിലർ കാണുമ്പോൾ എനിക്കറിയാം. പിന്നെ ഈ അടുത്തിടയ്ക്ക് നമ്മൾ കണ്ട പടങ്ങൾ മിക്കതും എനിക്ക് ട്രെയിലർ കാണുമ്പോഴേ അറിയാം ഈ സിനിമ എനിക്ക് കാണണം, എനിക്ക് കണ്ടാൽ മതി, അതിൻ്റെ റിസൾട്ട് തന്നെ വിഷയമുള്ള കാര്യമല്ല. അപ്പോൾ അതേപോലെ തന്നെ ബാലയുടെ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ഈ സിനിമ എനിക്ക് ഇഷ്ടപ്പെടും എന്നെനിക്കറിയാം. പക്ഷെ അതിൻ്റെ ഏറ്റക്കുറിച്ചിലുണ്ടല്ലോ, എത്ര ശതമാനം ഇഷ്ടപ്പെടും, എത്രത്തോളം വർക്കാവാതെ പോകും എന്നുള്ളത് മാത്രമേ എന്നെ പടം കണ്ടു വരുമ്പോൾ നമുക്ക് സംഭവിക്കുന്നുള്ളൂ. പക്ഷെ പടം നമുക്ക് വർക്കാവും എന്നുള്ളത് ട്രെയിലർ കാണാം. അങ്ങനെ ട്രെയിലർ നമ്മൾ ഒരുപാട് പടങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുമല്ലോ, ഒരു ഏകദേശ ധാരണ കിട്ടുമല്ലോ. അതുപോലെ ഞാൻ ഈ പറഞ്ഞ ഈ ബാലൻ എന്ന് പറഞ്ഞ ടൈറ്റിൽ വെച്ചിട്ട് ഞാനൊരു ഐഡിയ പറഞ്ഞില്ല. അതായത് എനിക്കൊരു ഡൗട്ട് തോന്നിയത് ഈ കഥയുടെ നരേഷൻ ഉണ്ടല്ലോ, ഇനിഷ്യൽ ഐഡിയ പറഞ്ഞതാണ്. അപ്പോൾ ആ ഐഡിയ പറഞ്ഞപ്പം എനിക്ക് തോന്നിയത് പടം കണ്ടുകൊണ്ടിരുന്നപ്പം ഇതിൻ്റെ ഓർഡർ ഉണ്ടല്ലോ, നമ്മൾ യൂഷ്വൽ സിനിമയുടെ ഒരു സ്ട്രക്ചറിൽ നിന്ന് കുറച്ച് വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോൾ ഞാനിങ്ങനെ പടം ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഓക്കെ ഈ മുതിർന്ന മകൻ വന്ന് അവിടെ നിന്നാണോ കഥ തുടങ്ങുന്നത് എന്നൊരു ഐഡിയ ഞാൻ ആലോചിച്ചു ഇനിഷ്യലി. ഏതാ ഈ ജിത്തു മാധവൻ അങ്ങനെ ഏകദേശം അതുപോലത്തെ ഒരു ഡൗട്ടാണ്. അതായത് ഈ ഇന്റർവൽ പോയിന്റിന് മുമ്പും ശേഷവും എന്ന 2 ഹാഫ്സ് ഉണ്ടല്ലോ, അതിൽ ഒരുപാട് ഡിസ്കഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ ഇങ്ങനെ എനിക്ക് തോന്നുന്നു അതിനൊരു ഇൻട്രസ്റ്റ് ഇല്ല. അത് ഒരു നോർമൽ ടെംപ്ലേറ്റ് ആണ്. അതായത് ഞാനത് ആലോചിച്ചത് നമ്മളിപ്പോ ഇനിഷ്യലി ഒരു കഥ ഉണ്ടാകുമ്പോൾ ആദ്യം ഒരു ടെംപ്ലേറ്റിലേക്ക് വന്ന് വീഡിയോ ചിലപ്പോൾ സ്റ്റോറിയുടെ ഒരു സ്ട്രക്ചർ വരുന്ന നമ്മൾ ഇത്രയും കാലാകാലങ്ങളായിട്ട് നമ്മൾ വായിക്കുന്ന ബുക്കുകളോ കേൾക്കുന്ന കഥകളോ കാണുന്നതെല്ലാം ഒരു ടെംപ്ലേറ്റ് ഫോർമാറ്റ് ഉണ്ട്. അപ്പോൾ ആ ഫോർമാറ്റിലേക്ക് നമുക്ക് ആദ്യം ഒരു കഥ ഉണ്ടാകും, പിന്നീട് നമ്മൾ അതിനെ ബ്രേക്ക് ചെയ്ത് പുതിയൊരു ഇതിനു വേണ്ടി നമ്മൾ മാറ്റുന്നത്. അപ്പോൾ അതേപോലെ എനിക്ക് തോന്നുന്നു ടെംപ്ലേറ്റ് അല്ല. ഇപ്പൊ ഇനിഷ്യലി ഇപ്പം ലോറിക്കകത്തൊരു പയ്യൻ ടോവിനോടോടെ കൂടുന്നു, എനിക്ക് അമ്മയെ വേണമെന്ന് പറയുന്നു. അപ്പം നമ്മളപ്പം ചിലപ്പോൾ ടോവിനോടെ കൂടെ ആയിരിക്കും സഞ്ചരിക്കാൻ പോകുന്നത്. ഈ പയ്യന്റെ അമ്മയെ കണ്ടുപിടിക്കാൻ ടോവിനോ ശ്രമിക്കുന്നു. നമുക്ക് ഈ കണക്ഷനോ നമ്മളുടെ ഭാഗത്തുനിന്ന് ഇവർ ഒന്നിക്കണം എന്നുള്ള പോയിന്റ് കാണത്തില്ല. എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഈ പയ്യൻ ഇങ്ങനെ ബസ്സിൽ വന്നിട്ട് ഈ സ്ഥലം കാണുമ്പോൾ ഇറങ്ങുന്നില്ല. അപ്പൊ എന്നെ സംബന്ധിച്ച പടം അവിടെയാണ് തുടങ്ങുന്നതെങ്കിൽ നമ്മൾ ഈ പയ്യനോടൊപ്പം നമുക്ക് ഈ പയ്യനെ വ്യക്തമായിട്ട് അറിയത്തില്ല, ഭയങ്കര റാൻഡമായിട്ട് തുടങ്ങുക. പിന്നീട് ഇവൻ ഈ സഞ്ചരിക്കുന്ന വഴികളിൽ ഓരോരുത്തർ വഴിയോ നമ്മളെ മറ്റേ ഈ റൊഷമോൻ എഫക്റ്റ് എന്നല്ല പറയണത്, എന്താ ഓരോരുത്തർ വഴിയോ ഈ ഫ്ലാഷ് ബാക്ക് സ്റ്റോറീസ് ഇങ്ങനെ എനിക്ക് തോന്നി ഈ ഓപ്ഷൻസ് എല്ലാം അവർ കൺസിഡർ ചെയ്ത്. ഇത് നമ്മുടെ ചിന്തയാണ്, നമുക്ക് അറിയത്തില്ല കേട്ടോ. ഇങ്ങനത്തെ ഒരു ഡിസ്കഷൻ അവിടെ നടന്നിട്ടുണ്ടോ അറിയില്ല. നമ്മൾ ഈ പടം കണ്ടോണ്ട് ഇങ്ങനെ ഈ പടത്തിന്റെ സ്ട്രക്ചർ കണ്ടപ്പോ എന്റെ മനസ്സിൽ തോന്നിയാണ് ഇതിനെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുമോ എന്നൊരു ഡൗട്ട്. മൾട്ടിപ്പിൾ സ്റ്റാർട്ടിംഗ് പോയിന്റ്സ് ഈ കഥയ്ക്ക് ചെയ്യാം. പക്ഷേ ഇങ്ങനെ ഇപ്പൊ ഞാൻ പറഞ്ഞ ഓർഡറിൽ പറഞ്ഞാൽ അടിപൊളിയാവുന്നുള്ള കാര്യമല്ലേ പറഞ്ഞത്. ആ ഓർഡറിലാണോ ഈ കഥ പറഞ്ഞതെന്ന് എനിക്ക് ഈ കഥയുടെ ഇങ്ങനെ പോക്കിലും ഈ ജമ്പ് ഉണ്ടല്ലോ, ഈ കൊച്ചു പയ്യനിൽ നിന്ന് മുതിർന്നതിലേക്ക് ജമ്പ് ചെയ്തപ്പോഴേക്കും എന്റെ മനസ്സിൽ തോന്നിയത് എന്താ ഈ ഇങ്ങനെ ജമ്പിനൊരു റീസൺ. കാര്യം അതിന്റെ കണ്ടിന്യൂഷൻ നമ്മൾ കണ്ടില്ല. ഈ കണ്ടിന്യൂഷൻ പിന്നീടാണ് വരുന്നത്. ഈ പയ്യൻ വന്നതിന് ശേഷം ചിലപ്പം അത് കറക്റ്റ് ആയിരിക്കും. കാരണം ഇപ്പൊ അവര് ചൂസ് ചെയ്തിരിക്കുന്ന ഈ വേർഷൻ ഈ പറയുന്ന പോലെ നേരത്തെ പറഞ്ഞ പോലെ കൊള്ളാമെങ്കിലും നമുക്കിങ്ങനെ ഈ സ്റ്റോറിയുടെ പൊട്ടൻഷ്യല് ഫുള്ളി റിയലൈസ് ചെയ്തൊരു വേർഷൻ ആണോ എന്നൊരു ഡൗട്ട് തോന്നിയാൽ കണ്ടിറങ്ങിയപ്പോഴത്തേക്ക്. എനിക്ക് തോന്നി ആ ഫസ്റ്റ് ഹാഫ് ഉണ്ടാക്കുന്ന ഹൈഡ് അത്രയും ഒരു രീതിക്കല്ല പടം ചെന്ന് എൻഡ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു അവർക്കും ചിലപ്പോൾ ഈ ഏറ്റവും ഹൈ ഉള്ള പോയിന്റ് ആയിരിക്കും ഫസ്റ്റ് ഹാഫ്. അത് ചിലപ്പം എവിടെ പ്ലേസ് ചെയ്ത ആളാണ്, ഇപ്പം ചിലപ്പോൾ വേറൊരിടത്ത് പ്ലേസ് ചെയ്താൽ ഇത്രയും ഹൈ ഉണ്ടാക്കുമെന്ന് സംശയമാണല്ലോ. കാരണം ഇപ്പൊ അവരാണ് സസ്പെൻസ്ഫുൾ പരിപാടികൾ. ഇവരുടെ ബാക്ക് സ്റ്റോറി അറിയാൻ നമ്മൾ ടൊവിനോയും കുട്ടിയിൽ തുടങ്ങിയിരുന്നെങ്കിലും ഈ പറയുന്ന ഈ പയ്യനിൽ തുടങ്ങിയിരുന്നെങ്കിലും അത് എത്രത്തോളം എന്ന് എനിക്കറിയില്ല. അതെ, ഈ ഡിസിഷൻ തന്നെ നല്ലതാണ്. ജീൻ പോൾ പിന്നെ അവരിലായിരിക്കും നമ്മള് ജീൻ പോളിന്റെ ഒരു ക്ലാഷിൽ തുടങ്ങുന്നു.
അതായത് ഈ സെക്കൻഡ് ഹാഫ് തുടങ്ങുമ്പം ഒരു കുറച്ച് നേരത്തേക്ക് ഒരു കൊമഡിക് റിലീഫ് എലമെന്റുകളാണ് വരുന്നത്. ഈ ഗിരീഷയുടെ പോലീസ് ക്യാരക്ടറും ഈ അടുത്തിടയ്ക്കായിട്ട് ഒരുപാട് സംവിധായകർ ഫസ്റ്റ് ടൈം അഭിനയിക്കുമ്പോഴോ അല്ലെങ്കിൽ സംവിധായകർ പൊതുവെ അഭിനയിക്കുന്നത് ഈ പോലീസ് വേഷം കുറച്ചുകൂടി ഈസി ആയിട്ടാണ്. ചെറിയ റോള്, പക്ഷെ അതെ അതെ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മളിങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ കുറച്ച് അധികമായിട്ടല്ലേ മിക്കൊരു ഈ പോലീസ് വേഷത്തിൽ അഭിനയിക്കാൻ വരുന്നുണ്ട് ഏത് സംവിധായകർ. അത് അവർക്കത് നന്നായിട്ട് ചെയ്യാനും പറ്റുന്നുണ്ട് എല്ലാവർക്കും അല്ലേ. പിന്നെ പടത്തിന്റെ വലിയൊരു പോസിറ്റീവ് എന്ന് പറയുന്നത് ഷൈജു ഖാലിദ്. ടെക്നിക്കലി ഈ പടം ചില പോയിന്റ്സിൽ ആക്ച്വലി ടെക്നിക്കാലിറ്റി ഇതിന്റെ ഇമോഷന് മേലെ നിൽക്കുന്നുണ്ട്. ഇപ്പം ടെക്നിക്കലി ആ ഒരു മെസ്സേജ് പ്രസന്റ് ചെയ്യുന്നതിൽ എനിക്ക് തോന്നുന്നു കുറച്ചധികം പേർക്ക് ഇതിന്റെ ഇമോഷൻ, ഈ കട്ട്സും ഇതും ഒക്കെ ഭയങ്കര രസമാണ്. പക്ഷെ എവിടെയോ നറേഷനിൽ അതിന്റെ ഇമോഷൻ കുറച്ച് മുങ്ങിപ്പോയിട്ടുണ്ടാവും. അതുകൊണ്ട് കുറെ പേർക്ക് ഈ ടെക്നിക്കലി ശ്രദ്ധിക്കുന്നവർ എത്ര പേരുണ്ടെന്ന് അറിയത്തില്ല. ഇപ്പോൾ നമ്മളിത് ക്യാമറ വർക്കാണെങ്കിലും ആ സ്പേസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഭയങ്കര സഹായിച്ചിട്ടുണ്ട്. ആ വീടാണേലും ഇത് പുറകെ കൂടെ അല്ലേ കൊച്ചിനെ സ്കൂളിൽ വിടുന്നൊക്കെ. ആ ടെറൈൻ ഇവര് സഞ്ചരിക്കുന്ന ആ കാടിലോ സഞ്ചരിക്കുന്ന വലിയ മരങ്ങൾ. ഈ ഷോട്ട് വെക്കുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഹൈറ്റുള്ള മരത്തിന്റെ അകത്ത് വളരെ ടൈനി ആയിട്ട് വയനാട് കണ്ട ഷൂട്ട് ചെയ്തിട്ട് ട്രെയിലറിലും ആ ഷോട്ട് കണ്ടപ്പോൾ ഇങ്ങനെ ചോദിച്ചായിരുന്നു. ആരോ വയനാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ബീനാലണി ഇവരെ തപ്പി വരുന്നതിന് തൊട്ട് മുമ്പേ ഈ മകനെ ആക്കിയിട്ട് തിരിച്ച് നടന്നു വരുമ്പം ഇവരിങ്ങനെ എന്തോ ആരോ എന്നെ ഫോളോ ചെയ്യുന്നുള്ളൊരു ചിന്ത ഇവളിങ്ങനെ ഒന്ന് ഭയക്കുന്നൊരു ഷോട്ടുണ്ട്. അപ്പൊ അതിലൊരു ഷോട്ടുണ്ട് ഇങ്ങനെ ഒരു നല്ല വൈറ്റ് ഷോട്ടിൽ പുള്ളിക്കാരി ഇങ്ങനെ സെൻട്രൽ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ചുറ്റും ഇങ്ങനെ ഭയങ്കര ഹൈറ്റുള്ള മരം, മരത്തിന്റെ ടോപ്പ് കാണാൻ പറ്റത്തില്ല, മരം ഇങ്ങനെ നിൽക്കുക ഭയങ്കരമായിട്ട്. അപ്പൊ അങ്ങനെ ഉണ്ട്. മറ്റേ ഈ ടോവിനോ ഈ പയ്യനും വന്ന് ഇറങ്ങിയിട്ട് ഈ രണ്ട് വഴിയായിട്ട് ഇങ്ങനെ ഒരു വഴിയുണ്ട്. അപ്പം പയ്യൻ അവിടെ നിൽക്കുന്നതും ടോവിനോ ഇങ്ങനെ നടന്നു പോകുന്നതും ആ ഒരു സാധനം. അതെ, നമുക്ക് ആ ഫുൾ അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഇവരുടെ ഡിസ്റ്റൻസ് അതൊക്കെ ഭയങ്കര രസമായിട്ട് വിഷ്വലി പറയാൻ ശ്രമിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ. അത് ആക്ച്വലി ഇപ്പൊ ഷൈജു ഖാലിദിനെ ക്യാമറ ചെയ്യാൻ വിളിക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതിനകത്ത് ചുമ്മാ വരുന്നു നമ്മൾ ഷൂട്ട് ചെയ്യുന്നു എന്നുള്ളതല്ലാതെ അദ്ദേഹത്തിന്റെ ഒരു ഇൻവോൾവ്മെന്റ് ഭയങ്കരമാണ്. എല്ലാത്തിലും ഒരു അതായത് ഈ കഥയുടെ ഈ എലമെന്റ് പറയാൻ നമുക്ക് ഒരു ഷോട്ടിൽ പറയാവോ, ഒരു ആലോചന ഉണ്ട് അതിനകത്ത്. അത് നല്ല ഒരുപാട് ഡയലോഗ് വെച്ച് തന്നെ എല്ലാം പറയണമെന്നില്ലല്ലോ, നമുക്ക് വിഷ്വലിൽ കാണിക്കാം. ഒരു ഡയലോഗ് ഇല്ലാതെ സിനിമ പ്രിഡോമിനന്റ്ലി ഓഡിയോ വിഷ്വൽ. അതെ, വിഷ്വൽ മീഡിയമാണ് മെയിൻ ആയിട്ട്. ഇപ്പൊ നമുക്ക് ഇന്ത്യയിലാണെന്ന് തോന്നുന്നു കൂടുതലും ഈ ഡയലോഗ് എന്ന എലമെന്റിന് ഭയങ്കര ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നത്. അതൊരു സ്റ്റൈലാണ്. എന്നാലും അത് നമുക്ക് ഒരു കാലഘട്ടത്തിൽ നമുക്കത് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു ഒരു പോയിന്റ് വരെ. ഇപ്പൊ ഇതിനകത്ത് തന്നെ ബാക്ക് സ്റ്റോറി ഇല്ല. അപ്പൊ നിനക്ക് എന്ത് പറ്റി, നീ പറ എന്നുള്ള സംഭവം. അപ്പൊ ആ സീൻ ഇൻട്രസ്റ്റിംഗ് ആക്കാൻ അവര് ഏതെങ്കിലും നിന്റെ കഥ പറയുന്നില്ലെങ്കിൽ നീ ഒരു കഥ ഉണ്ടാക്കിയെങ്കിൽ, അപ്പം പ്രേക്ഷകന് വിട്ടേക്കുവാണ് അത് ഉണ്ടാക്കി പറഞ്ഞ കഥയാണോ അതോ റിയൽ ലൈഫ് സ്റ്റോറി ആണോ എന്ന് നമുക്കറിയത്തില്ല, ഇപ്പോഴും നമുക്കറിയത്തില്ല. അപ്പോഴാണ് ഈ രാക്ഷസൻ ലൈൻ ഓഫ് സ്റ്റോറി ലൈൻ പറയുന്നത്. അത് അമ്മച്ചിക്ക് അത് കേട്ടോണ്ടേ മനസ്സിലായത് ഒറിജിനൽ സ്റ്റോറി അവളുടെ സ്റ്റോറിയാണ്. അപ്പൊ അമ്മച്ചി പറയുന്ന പോലെ അപ്പൊ അവള് പറയുന്നത് നമുക്ക് ആരോടും അതിൽ നിന്ന് എടുക്കുന്ന എലമെന്റ് ആണ് ഈ കുഴിച്ച് വാഴ വെച്ചു എന്നുള്ളത്. അമ്മച്ചി ലാസ്റ്റ് അത് തന്നെയാണ് പറയുന്നത്. ആ സീൻ അത് എനിക്ക് കുറച്ച് ഇമോഷണൽ ആയിരുന്നു. പുള്ളിക്കാരത്തിന് ആക്ടിങ് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അങ്ങനത്തെ അമ്മച്ചി എന്നുള്ള ഒരു കണക്ഷനും വേണ്ട. ആ സാധനമാണ് ഒരു കണക്ഷൻ വേണ്ട, നിങ്ങളോട് നിന്നോ. അതെ, ആ സാധനം അല്ല അങ്ങനെ നീ തോക്കെടുത്ത കത്തിച്ച് കളഞ്ഞേക്ക് എന്താ നീ ഉണ്ടല്ലോ എന്ന് പറയുന്ന പോലെ. അതിന് മുമ്പ് ഒരു മറ്റേ ചായക്കടയിലെ ക്യാരക്ടർ എനിക്ക് പേഴ്സണലി ആ സീൻസ് ഒക്കെയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഈ മിസ്റ്ററിക്കകത്തും ഈ നമ്മൾ കണ്ട് ശീലിച്ചിട്ടില്ലാത്തൊരു ക്യാരക്ടർ, ഒരു ഇന്ററാക്ഷൻ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ആക്ച്വലി ആ ലോറി ഡ്രൈവർ വന്നത് ആനന്ദ് ഏകർഷയാണ്, മറ്റേ ആട്ടത്തിന്റെ ഡയറക്ടർ. പുള്ളിക്ക് ഒരു ചെറിയ ക്യാമിയോ റോൾ ഉണ്ടായിരുന്നു. തമിഴല്ല ഫസ്റ്റ് ലോറി ഡ്രൈവറായിട്ട് വരുമല്ലോ മറ്റേ ചായക്കട. അത് ആരാ ചേട്ടാ പുതിയ ഭാര്യയും കൊച്ചുവാണോ എന്ന് ചോദിക്കുന്നത്. ആ സീനും രസമുണ്ടായിരുന്നു. അത് എപ്പോഴും വെള്ള വീടാണല്ലോ. മകനോട് വന്നിട്ട് ഇവര് തമ്മില് അമ്മയോട് ഒരു ചോദ്യം ചോദിക്കുന്നു, അതേ ചോദ്യം മകനോട് ചോദിക്കുന്നു. അപ്പൊ പുള്ളി മകനോട് ഇന്ററാക്ട് ചെയ്യുന്നൊക്കെ രസമുണ്ട്. അതെ, അതിനു മുമ്പ് വെച്ച പുള്ളിക്കാരുടെ ക്ലോസപ്പ് ഭയങ്കര രസമാണ്. പുള്ളിക്കാരുടെ ചോദ്യം മേരി അത് തന്നെ ഭയങ്കര കൂളായിട്ട്. അത് കള്ളം പറയുന്നത് വളരെ അതെ നൈസായിട്ട് കള്ളം പറയുന്നു സംഭവം. പടം തുടങ്ങിയപ്പോഴേ നമ്മള് മലയാളികളുടെ പരിപാടി നീണ്ട നന്ദിക്കാരൻ. അതിനകത്ത് പുള്ളിയുടെ പ്രീവിയസ് രണ്ട് സിനിമയ്ക്ക് നന്ദി പറയുന്നുണ്ട്. അതായത് അതിൽ നിന്നുള്ള പഠനമാണ്. അതെ അങ്ങനെയാണല്ലോ. ഓരോ സിനിമകൾ കഴിയുമ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു, കുറേ കാര്യങ്ങൾ നമ്മൾ ഉപേക്ഷിക്കുന്നു. അടുത്ത പടം ചെയ്യുമ്പോഴത്തേക്കും വീണ്ടും കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നു. ഈ സിനിമയുടെ വിജയം അടുത്ത സിനിമയിലേക്ക് നയിക്കുന്നു. അങ്ങനെ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ചെയ്ത രണ്ട് പടങ്ങൾക്കും താങ്ക്സ് വെക്കുന്നത്. മറ്റേ ഇവര് ജയിലിൽ ഫോർ ഷാഡോയിങ് ആണെന്നറിയില്ല, അതോ ചുമ്മാ സീനാണെന്നറിയില്ല. ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു പട്ടി നിൽക്കുമ്പോഴത്തേക്കും ഇവൻ നായ എന്ന് പറയും. അപ്പം പുള്ളിക്കാരത്തി
അല്ല അല്ല പട്ടി, പുള്ളിക്കാരി പട്ടി എന്ന് പറയും, പിന്നെ പയ്യൻ ഡോഗ് എന്ന് പറയും. അത് ഒരേ സാധനത്തിന് 3 പേരിട്ട് വിളിക്കുന്നു. എന്നിട്ട് അവർക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള 2 കണക്ഷൻസ് എടുത്ത് കളയുന്നു. എന്നിട്ട് പിന്നെ അവർ പുതിയ പേരിൽ ജീവിക്കുന്നു. അതെ, എന്ത് പേരിട്ടാലും ഇത് അതുപോലെ തന്നെ ലൈഫ് ചേഞ്ച് ചെയ്യുന്നില്ല, പക്ഷെ പേര് മാറുന്നു. ഒരു ഡീറ്റെയിൽ ഇതും ഈ പറയുന്ന പോലെ നമ്മൾ കണ്ടപ്പോൾ തോന്നിയ സംഭവമാണ്. പുള്ളിക്കാരത്തെ ഇനീഷ്യലി ഭർത്താവ് മരിച്ചെന്ന് പറയുമ്പം കുറെ പേര് വന്ന് അപ്രോച്ച് ചെയ്യും, ഞാൻ നിന്നെ കെട്ടട്ടെ. പിന്നെ പുള്ളിക്കാരത്തി ഭർത്താവിനെ ഡൽഹിയിലാക്കും. അപ്പൊ ഡൽഹിയിലാക്കുമ്പോഴും ഈ പറയുന്ന ചോദ്യങ്ങൾ ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞൊരു സാധനം വരും. അവനെ ഡൽഹിയിൽ നിന്ന് നാട്ടിലോട്ട് വരട്ടെ. അപ്പൊ പുള്ളിക്കാരത്തി ഉടനെ ഭർത്താവിനെ ഗൾഫിലാക്കും. ആ ഒരു ചേഞ്ച് ഇൻ സ്റ്റോറി അതൊക്കെ വളരെ സട്ടിൽ. അങ്ങനെ എടുത്ത് ഇവിടെ ഇരുന്ന് ആലോചിക്കുന്ന സീനൊന്നും ഇല്ല. ഒരു കാലഘട്ടത്തിൽ പെടുത്ത അതാണ്, ചേടാ എല്ലാവരും എന്നെ കണ്ടുപിടിക്കുന്നു, ഇത് കഥ ആ സാധനം ഒരു ആലോചിക്കുന്നൊന്നുമില്ല. കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പുള്ളിക്കാരത്തി പുതിയ വേഷത്തിൽ വേറെ സ്ഥലത്ത് നിൽക്കുന്നു. അതായത് മറ്റേ ആ അമ്മയോട് ഷെർലി എന്ന് പേര് പറഞ്ഞ് നെക്സ്റ്റ് കട്ടെന്ന് പറഞ്ഞാൽ രഞ്ജിനി ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നത് ഗൾഫിലാണ് അങ്ങനെ കട്ട് ചെയ്യുന്നത്. മറ്റേ ഇതിലാണല്ലോ ആ ചായക്കടക്കാരൻ, ഇനി നീ ഇവിടെ താമസിക്കണ്ട, വീട്ടിലോട്ട് മകളും കൊച്ചുമോനായിട്ട് മാറ് എന്ന് പറയുന്നു. പിന്നെ കട്ട് ചെയ്യുമ്പോഴത്തേക്കും കട അടച്ചെടുക്കുന്നു. അങ്ങനെ സംഭവമാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു കുറെ പേർക്ക് ഈ ഇമോഷണൽ കണക്ഷൻ ഇല്ല എന്ന് പറഞ്ഞത് ഈ കട്ട്സിന്റെ ബേസിസില്ല. അതായത് പുള്ളിക്കാരത്തിലൊരു ചിന്ത, ഇതൊന്നും മനസ്സിലാക്കാനുള്ളൊരു സ്പേസ് ഇല്ലാത്ത പോലെ തോന്നി കാണും ഒരു വലിയൊരു ശതമാനം ആളുകൾക്ക്. പുള്ളിക്കാരത്തി ഇതൊക്കെ ചെയ്യുന്നതും പുള്ളിക്കാരത്തിന്റെ വിഷമം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ളൊരു സംഭവം കാണും. അപ്പൊ നമുക്ക് ഈ ഗംഭീര കട്ടെന്ന് നമ്മൾ ചിലപ്പോൾ പറയുന്നത് അത് തന്നെയായിരിക്കും കുറെ പേരെ പ്രശ്നം. അതായത് കുറച്ചുകൂടെ സമയം അവർക്ക് കൊടുത്താൽ ഞങ്ങൾക്ക് ഇമോഷണലി ഇവരുമായിട്ടൊന്ന് കണക്ട് ആയി. പക്ഷെ പടം ഈ പേര് പറയുന്ന പോലെ ഈ ബാലൻ, ഇവരൊക്കെ എടുക്കുന്ന തീരുമാനങ്ങൾ ഈ ബാലനെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതായിരിക്കും. അതായത് ഈ ബാലൻ ആദ്യം സ്കൂളിൽ ചെല്ലുമ്പോൾ ബാലനോട് പേര് പറയാൻ പറയുന്നു. അപ്പോൾ ബാലന്റെ മനസ്സിൽ ആദ്യം സ്കൂൾ ബെല്ലടിക്കുന്ന സമയത്ത് ജയിലിൽ ബെല്ലടിക്കുന്ന ഇത് കേട്ടാണ് ആ പയ്യൻ. അപ്പൊ അത് കഴിഞ്ഞ് പയ്യൻ കുറച്ച് കൺഫ്യൂസ് ആവും. പേര് പറയാൻ പറയുന്നു, അച്ഛന്റെ പേര്, അമ്മയുടെ പേര്, എല്ലാം പറയുമ്പോഴേക്കും അമ്മയുടെ പേര് ചോദിക്കുമ്പോൾ തന്നെ അമ്മയുടെ പേരെന്ന് പറഞ്ഞാൽ അമ്മ പറഞ്ഞിട്ട് ആരോടും നമ്മുടെ കഥ പറയാൻ പാടില്ല, പ്രത്യേകിച്ച് പോലീസുകാരോട്. ഇപ്പൊ ഇതൊക്കെ പുള്ളിയുടെ ലൈഫിൽ പ്ലേ ഔട്ട് ആവുകയാണ്. മറ്റേ ആ പുള്ളി തന്നെ ചിന്തിച്ച് ബാഗിൽ ഡ്രസ്സൊക്കെ കൊണ്ടിട്ട് ഒളിപ്പിക്കുന്നു, അവിടുന്ന് രക്ഷപ്പെടുന്നു. ആ സാറ്റ് കളിക്കുന്ന സീനൊക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മൾ ഇവൻ അമ്മ പറഞ്ഞത് യൂസ് ചെയ്ത് തുടങ്ങി. അമ്മ ഇല്ലാതാകുമ്പോഴത്തേക്കും അമ്മ എത്ര നാളത്തെ ട്രെയിനിങ് യൂസ് ചെയ്ത് തുടങ്ങി. അവനും അതിന് ട്രെയിൻഡ് ആയി. പുള്ളിയുടെ മുഖത്ത് നോക്കിയൊന്നും ഇതൊക്കെ ചെയ്യുന്ന ഒരു പയ്യനാന്ന് തോന്നത്തില്ല. അതാണ് മറ്റേ ജീൻ പറയുന്നതല്ലോ, പഠിച്ച കള്ളനാവൻ എന്ന് പറയുന്നല്ലേ. മറ്റേ വില്ലൻ പോലീസുകാരന് പവിത്രൻ എന്നൊക്കെ പേരിട്ട് ചിലപ്പം പവിത്രമായ അതേ സാധനം ആ പേര് പയ്യനിലേക്ക് അത് നല്ല രസമായിരുന്നു. നിന്നെ എന്തെങ്കിലുമൊക്കെ പേരിട്ട് വിളിക്കണ്ടാന്ന് പറഞ്ഞിട്ട് ടൊവിനോ പയ്യനോട് ഇങ്ങനെ ചോദിച്ചൊന്നും മിണ്ടായിരിക്കുമ്പോഴത്തേക്ക് അത് വിട് എന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു പരിപാടി അങ്ങ് ഇട്ട് തുടങ്ങാം. ഇനിഷ്യലി അതത്ര എനിക്കൊന്ന് ഇനിഷ്യലി ഷൂട്ട് ചെയ്തായിരിക്കും ആ വള്ളത്തിൽ ഇരുന്ന്. അവിടെ കുറച്ചൊരു അഭിനയം ലൈൻ ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പുള്ളി ആ നാട്ടുകാരനാണ് നമുക്ക് ബിലീവബിൾ ആ ഭയങ്കര. ഇടയ്ക്കിടെ നീ കുളിക്കൂ, അല്ല കുളിക്കാറൊക്കെ ഉണ്ടോ എന്ന്, പിന്നെ പല്ല് തേക്കാറുണ്ടോ ആ സാധനം. അമ്മ കണ്ടുപിടിക്കടാ റെഡി മണി നേരെ ഒന്ന് വെളുത്തോട്ടെ ആ സാധനമൊക്കെ ഭയങ്കര ആ ക്യാരക്ടർ ബിൽഡ് ചെയ്യാൻ ഭയങ്കര രസമായിട്ടുണ്ടാകും. പുള്ളിക്കാരന് ഒരു സർപ്രൈസ് ആയിരുന്നു ആ പറയുന്നത് ജീൻ പോള് പിന്നെ അമ്മയായിട്ട് അഭിനയിച്ച പിള്ളേർ. ആക്ച്വലി എനിക്ക് പടത്തിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ഫർസാന പലതിന്റെ കാര്യം. പുള്ളിക്കാരത്തിന് ഈ സട്ടിലാണ്. അതെ അതെ, പുള്ളിക്കാരത്തിന്റെ ആക്ടിങ് നമുക്ക് കാണാൻ പറ്റും, ഇത്രയും ക്ലോസപ്സും പരിപാടികളും ഉള്ളതുകൊണ്ട്. പക്ഷെ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തായിരുന്നു. മറ്റേ ഞാൻ ജീൻ പോൾ ഇത്രയും മഞ്ഞുമ്മലിനകത്ത് പുള്ളിക്ക് ഒരുപാട് അല്ലെങ്കിലും പുള്ളിക്ക് ചെറിയ ചെറിയ സാധനം ഉണ്ടായിരുന്നു. അപ്പൊ അത് രസമായിരുന്നു അത് കണ്ടപ്പോഴും. അതും ഈ ടോവിനോ ആക്ച്വലി പ്രശ്നം പുള്ളിക്ക് കുറച്ചു കാലമായിട്ടുണ്ട്. നമ്മൾ ഈ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് എന്റെ മനസ്സിൽ ഒരു ഇനിഷ്യലി ഞാൻ ചിന്തിച്ചത് ടോവിനോട് ചെയ്യുമ്പോഴത്തേക്ക് ആ സീൻ നമുക്ക് കുറച്ച് പാടായിരിക്കും വർക്കാവാൻ എന്നുള്ളൊരു ചിന്തയുണ്ട്. കാര്യം ടോവിനോ ബാക്കിയുള്ള ആക്ടിങ്ങിന്റെ മീറ്റർ അല്ല ടോവിനോയുടെ യൂഷ്വൽ മീറ്റർ. പക്ഷെ ഇതിനകത്ത് എനിക്ക് വർക്കായി. എന്നിരുന്നാൽ കൂടി അതായത് പുള്ളിയുടെ ആക്ടിങ് മോശമായതുകൊണ്ടല്ല, ഈ കഥയ്ക്ക് ഒരു പുതിയ ഫേസ് ചിലപ്പം ബെറ്റർ ആയിട്ട് സൂട്ട് ആയെന്ന് തോന്നിയായിരുന്നു. പിന്നെ ഇവർക്ക് ഈ പടത്തെ എനിക്ക് തോന്നുന്നു ടൊവിനോട് എന്നുള്ളൊരു ഫേസ് ഈ സിനിമയ്ക്ക് ഹെൽപ്പ് ചെയ്യും. ഏതാ ഇതൊരു വളരെ കൊച്ചു പടമാണ്, അതൊരു സസ്പെൻസ് ഒന്നും അല്ല. അല്ലല്ല, അത് ട്രെയിലറിൽ തന്നെ ഉണ്ടായിരുന്നു. ഒരുപാട് ശ്രദ്ധിച്ചില്ല. അതെ അതെ, കുറെ പേര് ടൊവിനോ ഉണ്ടെന്നുള്ളത് ഇപ്പൊ എന്നോട് ആരോട് ചോദിച്ചപ്പോൾ ഞാൻ ടൊവിനോയുടെ ക്യാരക്ടർ ടൊവിനോ പടത്തിലുണ്ടോ, ക്യാമിയോ ആണോ? ഞാൻ പറഞ്ഞു ക്യാമിയോ ട്രെയിലർ ഉണ്ടായിരുന്നു. അയ്യോ ഞാൻ ട്രെയിലർ കണ്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ ഓക്കെ ശരി, അപ്പൊ തന്നെ ഫോൺ വെച്ചില്ല, നമുക്കൊന്നും പറയാനില്ലല്ലോ. ഈ വർഷം കണ്ട ഏറ്റവും നല്ല സിനിമകളുടെ ലിസ്റ്റിലുണ്ട്.
ഈ പറയുന്ന പോലെ ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ ഒരു ഔട്ട്സ്റ്റാൻഡിങ് പടം ആയതുപോലെ തോന്നിയില്ല. ബട്ട് സ്റ്റിൽ ഭയങ്കരമായിട്ട് എൻഗേജ് ചെയ്ത് ഞാൻ കണ്ടു. എനിക്ക് ബേസിക്കലി ഈ വർഷത്തെ തിയേറ്റർ എക്സ്പീരിയൻസ് പറഞ്ഞാൽ നമുക്ക് മറ്റേ ബഹളം ഉണ്ടാവണമെന്നല്ലോ. നമ്മൾ തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ നമുക്ക് ആ ഒരു ഹൈ കിട്ടണം. എന്താ ആ ഹൈ എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് മാസ പടത്തിൽ കിട്ടണമെന്നോ നിർബന്ധമില്ല. നമുക്ക് ഇതുപോലുള്ള നല്ല ഡ്രാമ ഫിലിംസിലും അത് സംഭവിക്കുന്നുണ്ട്. പടം ഉദ്ദേശിച്ച സാധനം നമുക്കും വർക്കാണ് അത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഉദ്ദേശിച്ച കാര്യങ്ങളുടെ അപ്പുറം ഈ പടത്തിൽ എന്തെങ്കിലും ഉണ്ടോ നമുക്കറിയില്ല. അതെ, നിങ്ങൾ കണ്ടവർക്ക് ആർക്കെങ്കിലും നമ്മുടെ വീക്ഷണത്തിൽ അപ്പുറത്തേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ എന്നാ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഓപ്പോസിഷൻ ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ കമന്റിൽ പറയൂ. അതെ, നമ്മൾ ഇപ്പൊ കഴിഞ്ഞ കുറച്ചധികം സിനിമകളുടെ ഡിസ്കഷൻ എപ്പോഴും നമ്മൾ ഈ കുറച്ച് ധൃതിയിൽ ചെയ്യുന്നതുകൊണ്ട് കുറെ സംഭവങ്ങൾ നമ്മൾ മിസ്സാവാറുണ്ട്. അപ്പൊ ഇത് പിന്നെ ഇത്രയും ലെങ്ത് കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇതിങ്ങനെ ഒരു വിധത്തിൽ ഇങ്ങനെ ചുരുക്കും ഇടയ്ക്കിടയ്ക്ക്. അതെ, എഡിറ്റ് ചെയ്യുമ്പോഴും കുറച്ച് കട്ട് ചെയ്ത കളയും. അതെ, അപ്പം ഈ സംഭവിക്കുന്നത് വെച്ചാൽ പിന്നീട് അതിനെ കുറിച്ച് സംസാരിക്കുന്നത് രസമുള്ള എലമെന്റ് ആണല്ലോ എന്ന് പിന്നീട് തോന്നി. പിന്നീട് ഒരു വീഡിയോ ചെയ്യാന്നിങ്ങനെ വിചാരിക്കും, പക്ഷേ സമയം അങ്ങ് പോകും. നമ്മള് ചിദംബരത്തെ പറ്റി അധികം ഒന്നും പറഞ്ഞിട്ടില്ല. അതെ, നമ്മള് ഡയറക്ഷനെ കുറിച്ച് പറഞ്ഞു. ബേസിക്കലി എനിക്ക് ഇതെന്റെ ആദ്യ പടമാണ്, ഞാൻ ഇങ്ങനെ കേട്ടിട്ടേ ഉള്ളൂ ചിദംബരത്തിന്റെ ഡയറക്ഷൻ. അതെ, എനിക്ക് ബേസിക്കലി ഇതിനു മുമ്പ് കണ്ട 2 പടങ്ങളിലും ചിദംബരം എന്ന് പറഞ്ഞ ഡയറക്ടറുടെ നല്ല ഡയറക്ടറാണ്. അതിനപ്പുറത്തേക്ക് ഞാനിങ്ങനെ ഒരു ചിദംബരത്തിന്റെ ഫാൻ ആണെന്നുള്ള ലൈൻ ഇല്ലായിരുന്നു. പക്ഷെ എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് കുറച്ചുകൂടി എനിക്ക് ഈ പുള്ളി ചെയ്ത 3 പടങ്ങളിൽ എൻ്റെ ഫേവറേറ്റ് ഇതാണ്. എനിക്ക് മഞ്ഞുമൽ ബോയ്സിനേക്കാളും ജാനേമനേക്കാളും നീ ജാനേമൻ 3 വട്ടം, മഞ്ഞുമൽ ബോയ്സ് 2 വട്ടം ഞാൻ തിയേറ്ററിൽ കണ്ടാണ്. തിയേറ്ററിൽ അത് കഴിഞ്ഞ് പിന്നെ മഞ്ഞുമൽ ബോയ്സ് ഞാൻ അത് കഴിഞ്ഞ് പിന്നെ OTT ഇറങ്ങിയപ്പോൾ ഒരാണോ കണ്ടു. ജാനേമൻ കണ്ടു, TV വന്നപ്പോഴൊക്കെ ഞാൻ കണ്ടായിരുന്നു. കാരണം എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു പടം. പക്ഷെ എനിക്ക് പുള്ളിയുടെ കരിയറിൽ ഇപ്പം ഈ ചെയ്ത 3 പടങ്ങളിൽ എൻ്റെ ഫേവറേറ്റ് പടം ഇപ്പം ഈ ബാലനാണ്. എനിക്ക് ഈ പടം ഇതിനകത്തൊരു ഡയറക്ടർ ഉണ്ട്, ഭയങ്കര സ്ട്രോങ് ഒരു ഡയറക്ടർ ഉണ്ടെന്ന് തോന്നി. എനിക്ക് അതുപോലെ ഈ മഞ്ഞുമൽ ബോയ്സിൽ ഇത്രയും വലിയൊരു ഹിറ്റായ പടത്തിൽ അയാൾ വിചാരിച്ച മെയിൻ സ്റ്റാർസിന്റെ എല്ലാവരുടെയും ഡേറ്റ് കിട്ടും. അതായത് 200 കോടി അടിച്ച് അല്ലെ, ആ ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തൊരു പടമാണ്. ആ സിനിമയ്ക്ക് ശേഷം പുള്ളി ഈ മെയിൻ താരങ്ങളെ വെക്കാതെ ഒരു കൊച്ചു പയ്യനെയും അവൻ്റെ അമ്മയും വെച്ചുകൊണ്ട് ഇങ്ങനൊരു പടം എടുക്കാൻ കാണിച്ച ധൈര്യം, അത് നമുക്ക് ഭയങ്കര അപ്രിഷിയേറ്റബിൾ ആണ്. അതിനെ ബാക്ക് ചെയ്ത് KV എന്ന് പറഞ്ഞ പ്രൊഡക്ഷനാണ്. ഈ KVന്റെ കുറച്ചധികം പടങ്ങൾ ഇപ്പോൾ വെട്ടിയിരിപ്പുണ്ട്. ജനനായകൻ, ടോക്സിക്, പെരിയ പടങ്ങളെല്ലാം പെട്ടിരിക്കും. അപ്പൊ അവരിറക്കുന്ന ഒരു കൊച്ചു പടമാണ്. അപ്പൊ അവര് ജനനായകൻ ടോക്സിക് അല്ല അങ്ങനെ. അപ്പൊ ആ പരിപാടി എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാന്ന് പറയുന്നത്, ഇത് വേറെ ഏതെങ്കിലും ഇൻഡസ്ട്രിയിലാണെങ്കിലും അടുത്ത പടം നേരെ സൂപ്പർ സ്റ്റാറാണ്. ബട്ട് ഇതിന്റെയും വിഷ്വൽ വൈസ് ഭയങ്കര അതെ, കാണുമ്പോൾ നമ്മൾ ഇത് കുറച്ച് പുതിയ ആൾക്കാർ അഭിനയിക്കുന്ന പറഞ്ഞാൽ ചെറിയ പടമല്ല, ഇതിന് കാണുമ്പോൾ ഒരുപാട് പരിപാടി ഉണ്ട്. ഇതിന്റെ നമ്മുടെ ശ്രിക്ക് വാര്യറിന്റെ കാര്യം പറഞ്ഞു, ഗ്രേഡും കുറച്ച് പെക്യൂലിയർ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്, ഹൈലൈറ്റ്സ് ഒക്കെ വെച്ച് നമ്മളിങ്ങനെ. അതെ, ഞങ്ങൾ PXL കണ്ടപ്പോഴാണ് ഈ വൈറ്റ് ഷോട്ട് വരുമ്പോഴത്തേക്കും കുറച്ച് അല്ലെ, അത് ഗ്രേഡിന്റെ ഒരു ഇപ്പൊ നമുക്ക് പിൻ പോയിന്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അത് കേൾക്കുന്നവർക്ക് എത്രത്തോളം ഇപ്പം നമ്മൾ പറയുന്നത് തന്നെയാണോ ഇത് ശരിക്കും സംഭവിച്ചത്? നമ്മള് പുള്ളി ഗ്രേഡ് ചെയ്യുന്ന, അപ്പൊ പുള്ളിക്കറിയാം ചില കാര്യങ്ങൾ ചെയ്ത് അബദ്ധം പറ്റുന്ന കുറച്ച് സംഭവങ്ങളുണ്ട്. അങ്ങനെ ഈ ഹൈലൈറ്റ്സ് എടുത്ത് ഇങ്ങനെ കുറയ്ക്കാനൊക്കെ ശ്രമിക്കും. അത് സെലക്ട് ചെയ്തിട്ട് കുറച്ച് ബ്ലർ അടിക്കും അതിന്, അപ്പോൾ കുറച്ച് സ്മൂത്ത് ആയിട്ട് ഫീൽ ചെയ്യും. ഇങ്ങനെ ഒരു ഹാർഷായിട്ട് എവിടെയെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുമ്പോൾ വരുന്ന ഒരു എഫക്റ്റിന്റെ സാമ്യമുള്ളൊരു എഫക്റ്റ് ഇതിനകത്ത് കണ്ടായിരുന്നു. അപ്പൊ അതാണ് പരിപാടി. അപ്പൊ അത് എന്ത് സംഭവിക്കുന്ന വെച്ചാൽ നമ്മൾ ഈ മീഡിയം ഷോട്ടിലൊക്കെ വലിയ അറിയത്തില്ല, ഈ വൈഡ് ഷോട്ടിൽ നമുക്ക് അറിയത്തില്ല. നല്ല വൈഡില് പൊതുവെ അതിന്റെ ഡീറ്റെയിൽസ് കുറവായിരിക്കും, കാരണം എല്ലാം അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ സാധനം ചെയ്യുമ്പോഴത്തേക്കും ഒരേ അളവിലാണ് ചെയ്തതെങ്കിൽ കുറച്ച് ഒരു ഗ്രേഡ് ചെയ്തിട്ട് ഇങ്ങനെ എല്ലാത്തിലും അപ്ലൈ ചെയ്യണം. എന്നിട്ട് ഓരോ ഷോട്ട് അത് മാച്ച് ചെയ്യുക, അതിന്റെ വേരിയേഷൻസ് കറക്റ്റ് ചെയ്യാന്നുള്ള സംഭവമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ബാലനെ പറ്റി സംസാരിക്കാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് പടം കണ്ടവർക്ക് പടത്തെ പറ്റിയുള്ള അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ പറയൂ, അല്ലേ? നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയൂ, നമുക്ക് കമൻറ്റിൽ ഡിസ്കസ് ചെയ്യാം. പിന്നെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, അല്ലേ? പിന്നെ മൊബൈൽ കാണുന്നവർ ഹൈപ്പ് ചെയ്യൂ. അതെ, ചിലപ്പോൾ ഇങ്ങനെ പടത്തിന്റെ മെയിൻ മെസ്സേജ് നമ്മുടെ ബാലന്മാരെ കുറിച്ച് ആലോചിക്കൂ എന്നുള്ള വല്ലതായിരിക്കും. അവനെ കുറിച്ച് എന്തുകൊണ്ട് ചിന്തിച്ചില്ല, നമ്മളെടുക്കുന്ന തീരുമാനങ്ങളെ. അതെ, പിള്ളേർ അടുത്ത ജനറേഷൻ അങ്ങനെയൊക്കെ നമുക്കങ്ങനെ ചിന്തിച്ചാൽ മതി. പുള്ളി അത് ഉദ്ദേശിച്ചില്ല, അത് നമുക്കറിയത്തില്ല. നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും ചിന്തിക്കുന്ന പോലത്തെ സാധനമാണ്. അല്ലെ? പിന്നെ ഒരു സാധനം ഉണ്ടല്ലോ, അതായത് ഈ നമ്മള്
സ്ത്രീകൾക്കെതിരെയുള്ള അക്രമം എന്നൊക്കെ പറയത്തില്ലേ, പക്ഷെ നമ്മൾ വളരെ നോർമലൈസ് ചെയ്തിട്ടുള്ള ഒരു അക്രമമാണ് ഈ പിള്ളേരെ നമ്മൾ പിടിച്ച് തല്ലാം, രണ്ടെണ്ണം കൊടുക്കാം. അതായത് അങ്ങനെയാണല്ലോ ഇങ്ങനെ നാട്ടിലെ സംസാരം, അല്ലെങ്കിൽ വീട്ടിൽ നമ്മൾ വളർന്നു വരുമ്പോൾ തന്നെ പറയുന്നില്ലേ. അല്ല, അത് പിള്ളേരെ നോർമലൈസ്, അതല്ലാതൊരു ഇപ്പം സ്ത്രീകൾക്ക് ഒരു കാലഘട്ടത്തിൽ വളരെ നോർമൽ ആയിട്ടുള്ള കുറെ സംഗതികൾ ഇപ്പം ഇന്ന് നമുക്ക് രണ്ട് വശം ഉണ്ടെന്നെങ്കിലും പറയാം. അപ്പുറം അത് അക്സെപ്റ്റഡ് ആയിട്ടുള്ള വശവും ഇപ്പുറം അത് അങ്ങനെ അല്ല വരേണ്ടെന്നുള്ള വശം. ഇനി കുറച്ച് കഴിയുമ്പോൾ ചിലപ്പം ഈ ഒരു വശമേ കാണത്തുള്ളൂ എന്ന് പറയുന്ന ഇതിന്റെ ഒരു ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യല്ലോ. ഈ പിള്ളേരിൽ എന്ത് നമ്മൾ ഇമ്പാർട്ട് ചെയ്യുന്നു അതിങ്ങനെ കിടക്കുമല്ലോ, അതായിരിക്കുമല്ലോ അവര് വളർന്നു വരുമ്പോഴും. അതെ, അവരെന്താണോ പഠിക്കുന്നത് അതാണ് അവര്. പിന്നെ നമ്മള് അവരുടെ ലൈഫിന് മേലുള്ള നമ്മുടെ കൺട്രോൾ. ഇത് തന്നെ ആ എലമെന്റ് ആണ് എനിക്ക്, ഞാൻ ഈ അമ്മ മകൻ എലമെന്റ് എനിക്കിങ്ങനെ ഒരു എന്റെ ഒരു അവൻ സ്റ്റാർട്ട് ചെയ്യുന്ന ജയിലിൽ നിന്നാ, എന്നിട്ട് പോലും അവൻ പുറത്തിറങ്ങുമ്പോഴാണ് അവൻ അടിമയാവുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുള്ള പരിപാടി. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പടത്തിന്റെ ഡിസ്കഷനുമായിട്ട് വീണ്ടും വരാം അല്ലേ.